പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും പുത്രനും കോടാനുകോടി നന്ദി. ഇങ്ങനെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ആൾത്താരയിൽ പുണ്യഭൂമിയിൽ മനുഷ്യരാൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഒരിക്കലും ആരുടെ മുന്നിലും തല ഉയർത്തി നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നിട്ട് പോലും അമ്മ വിളിച്ച് ഈ ഒരു ആൾത്താരയിൽ നിർത്തിയതിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് രേഖ. ഞാൻ കരുമത്ര എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്. 1999 മുതലേ ഞാൻ ഈശോയെ അറിഞ്ഞൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് 3 പെൺമക്കളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് മദ്യപാനി എന്ന് പറഞ്ഞാൽ പോരാ, ഭയത്താൽ ഇനി എങ്ങനെ എത്ര വഴക്ക് കേൾക്കണം അല്ലെങ്കിൽ എത്ര തല്ലുകൊള്ളണം എന്നുള്ളൊരു ഭാരം തൂങ്ങിയിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ആയപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ വന്ന് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും. അവിടെ പോയി ദൈവത്തെ ആരാധിക്കുകയും അതേപോലെ ധ്യാനം കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കാൻ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇതും പെൺകുട്ടിയാണെങ്കിൽ ഈ ഭവനത്തിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന്. ഞാൻ വളരെ പേടിയോടുകൂടി എന്ന് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ എൻ്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ്. അപ്പോൾ എൻ്റെ അമ്മ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന എല്ലാ പീഡകളും ഞാൻ ദിവസം കാണുന്നതാണ്. ഞാനിതേപോലെ തന്നെ 3 മക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞാനിതേപോലെ നീറി ജീവിച്ച അവസരങ്ങൾ അമ്മയെ മുറുക്കെ പിടിച്ചുകൊണ്ട് എനിക്ക് അമ്മ 4മതൊരു ആൺകുഞ്ഞിനെ തന്നു. പക്ഷെ ആ സന്തോഷമോ ആ വിശ്വാസമൊന്നും അധികം നാൾ നീണ്ടു നിന്നില്ല. കാരണം എൻ്റെ കുഞ്ഞിന് 1 വയസ്സാവുന്ന സമയത്ത് ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭർത്താവ് ഒരു തീരുമാനം എടുത്തു, എന്നെ എൻ്റെ 4 മക്കളെയും വിഷം കൊടുത്ത് കൊല്ലുകയെന്ന്. വേറൊരു വ്യക്തി വഴിയിൽ കൂടിയാണ് ഞാനത് അറിഞ്ഞത്. ആ കുഞ്ഞ് എനിക്കൊരു 30 രൂപ തന്ന് വൈകിട്ട് 6:45 ബസ്സിന് ഞാൻ ഇട്ട ഡ്രസ്സ് പോലെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എൻ്റെ 4 മക്കളെയും കൊണ്ടുപോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇത്രയൊക്കെ ഞാൻ വിളിച്ചിട്ടും ഇത്രയൊക്കെ സഹനം സഹിച്ചിട്ടും കൊന്ത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറാതെ ഇത്രയൊക്കെ പിടിച്ചിട്ടും എന്തിനാണ് എനിക്ക് വീണ്ടും സഹനം? നമ്മുടെ ബഹുമാന്യനായ അച്ഛൻ പറയാറുണ്ട്, വിശ്വാസമല്ല ആഴത്തിലുള്ള വിശ്വാസം, ആഴത്തിലുള്ള കൃപയും നിങ്ങൾക്ക് വേണമെന്ന്. എനിക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആഴത്തിലുള്ളൊരു വിശ്വാസമോ കൃപയോ എനിക്കുണ്ടായിരുന്നില്ല. 2019 ഒക്ടോബർ 2-ാം തീയതി എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ ഈ മരണം ഞാൻ ഈശോയിലേക്ക് എൻ്റെ ആത്മാവിന് നിദ്ര കൊടുക്കുന്നത് വരെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതായത് ഏതൊരു അമ്മയും സഹിക്കാത്തത്. എൻ്റെ മൂത്ത മകൾ വിവാഹിതയാണ്. എൻ്റെ മകളും എൻ്റെ മരുമകനും മരണപ്പെട്ടു. 6 മാസത്തോളം കാലം ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല. എന്ന ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. കണ്ണടച്ചാൽ ഇരുട്ടുപോലും എനിക്ക് പേടിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രം കേട്ടുകൊണ്ട് ഒരിക്കൽ ഉറങ്ങാൻ പോലും പറ്റാതെ, ഉറക്ക ഗുളിക എത്രയാണ് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 6-7 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഉച്ച നേരത്തെ എനിക്കൊരു ആരും എന്നോട് പറയുന്ന പോലെ, നീ അടുത്ത വീട്ടിൽ പോയി കൊന്ത മേടിക്കുക, നിനക്ക് കൊന്ത ചൊല്ലാൻ അറിയുന്നതല്ലേ എന്ന്. അത്രയും വർഷം 2006 മുതൽ 2019 വരെ ഞാൻ മാറ്റിവെച്ച എൻ്റെ ആ ഒരു കൊന്ത ഞാൻ ഓടിച്ചെന്ന് മേടിച്ചു. 1 മണി സ്വർഗസ്ഥനായ പിതാവും അടുത്തൊരു നന്മ നിറഞ്ഞ മുഴുവനാക്കാൻ സാധിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പോരാ, 6 മാസത്തോളം ഞാൻ ഉറങ്ങാത്ത ഞാൻ 1.5 ദിവസത്തോളം ഞാൻ ഉറങ്ങി. എൻ്റെ മക്കളെല്ലാം പേടിച്ചു. ഓരോരുത്തരും വന്ന് എൻ്റെ പൾസ്, എൻ്റെ 2 മക്കളും നേഴ്സുമാരാണ്. എൻ്റെ മക്കൾ മാറി എൻ്റെ പൾസും എൻ്റെ ഹാർട്ടും ബീറ്റ് ചെക്ക് ചെയ്യായിരുന്നു. കാരണം ഞാൻ മരിച്ചോ എന്നറിയാം. ബക്കറ്റിലൊക്കെയാണ് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മേത്തൊഴിച്ചിരുന്നത്. പക്ഷെ ഞാൻ അറിയുന്നില്ല അങ്ങനെ ഉറക്കം. പക്ഷെ ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് പുതിയൊരു സൃഷ്ടിയായിട്ടാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴേക്കും ഈ ലോകത്ത് സകലരും ശപിക്കുകയാണ് കൊറോണ എന്ന് പറയുന്ന മാരകമായൊരു വൈറസിനെ. എന്നാൽ ഞാൻ മാത്രമായിരിക്കും ആ വൈറസ് വന്നതിൽ സന്തോഷിക്കുന്നത്. കാരണം എനിക്ക് NHM എന്ന് പറയുന്ന ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കോവിഡ് ബ്രിഗേഡായിട്ട് മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലി കിട്ടി. ഞാനൊരു മരണമായിട്ടാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ എൻ്റെ കൺമുന്നിൽ കൂടെ സ്വന്തം പിതാവും മകനും ഭർത്താവും കുട്ടികളുമെല്ലാം മരിച്ച് മുഖം പോലും കാണാൻ പറ്റാതെ എൻ്റെ കൈകൾ കൂടിയാണ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഞാനിങ്ങനെ അട്ടിയിടുമ്പോഴാണ് അവരുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് വലിയൊരു ഭാഗ്യം. കാരണം എൻ്റെ മോളുടെ മരണം ഞാൻ അങ്ങോട്ട് മറന്നു.
അവിടുന്ന് അങ്ങനെ തന്നെ ആ ജോലി സെപ്റ്റംബറിൽ അവസാനിച്ചു. ഇനി എന്ത് എന്ന് വിചാരിക്കുമ്പോഴേക്കും എനിക്ക് ഹാർട്ട് ഹോസ്പിറ്റൽ, തൃശ്ശൂർ സൺ ഹോസ്പിറ്റൽ എന്ന് പറയും, അവിടെ എനിക്ക് വീണ്ടും അറ്റൻഡറായിട്ട് ജോലി കിട്ടി. ഞാൻ ചെന്ന രണ്ടാമത്തെ ദിവസം എനിക്ക് കാഷ്വാലിറ്റിയിലാണ് എനിക്ക് തന്നത്. അവിടെ ഞങ്ങളുടെ റെസ്റ്റ് ഇരിക്കുന്ന റൂമുണ്ട്. അവിടെ ചെന്നപ്പോണ്ടു കൃപാസനത്തിലൊരു പത്രം. ഞാൻ ആ പത്രത്തിൽ നോക്കിയപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ. വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. അത് വേഗം ഞാൻ എടുത്തു. കാരണം വചനോത്സവം, ശാലം, ഈ പറയുന്ന പുസ്തകങ്ങൾ കിട്ടാൻ ഭയങ്കര ഒരു ദാഹമാണ് വായിക്കാനായിട്ട്. അങ്ങനെ കൃപാസനം മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കും തോന്നി, എനിക്ക് ഭവനമില്ലല്ലോ. ജീവിച്ചിരുന്നപ്പോൾ എല്ലാം എനിക്ക് അഹങ്കാരമായിരുന്നു. കാരണം വീടെന്തിന്, വാടക കൊടുക്കാൻ സാധിക്കല്ലോ, വാടക വീട് മതി എന്ന്. പക്ഷെ എൻ്റെ മകൾ മരണപ്പെട്ടപ്പോഴാണ് വീട് വേണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വേണം എന്നൊരു ചിന്ത എനിക്ക് കടന്നു വന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കടത്തുണ്ടെങ്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കയറി നിൽക്കാം. വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരെ കിടത്താനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾക്കൊന്ന് കാണാനായിട്ട് ഒരിക്കലും സാധിക്കാതെ വന്നു. കാരണം വാടക വീട്ടിൽ അവർ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച അവരുടെ പെങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ മകളെ കൊണ്ടുപോയി കിടത്തുകയും 10 മിനിറ്റ് പോലും എനിക്ക് കാണാൻ പറ്റാതെ എൻ്റെ മകളെ കൊണ്ടുപോയി. അന്നാണ് എനിക്ക് ചിന്തിച്ചത്, നമുക്ക് ഈ ഭൂമിയിൽ കിടക്കാൻ, അല്ലെങ്കിൽ ഒരു നേരം ഇരിക്കാൻ, ഒരു ടാർപ്പായ ആയാലും ശരി, നമുക്കൊന്ന് ഇരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. 2013 മുതലേ ഞാൻ എൻ്റെ പഞ്ചായത്തിൽ, തെക്കങ്കര ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് കൊടുത്തിരിക്കുന്നതാണ് അപേക്ഷ. ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞ് വീട് പാസ്സാവും, ഒന്നെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥലം പാസ്സാവും, വീടുണ്ടാവില്ല. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞ് 2023 വരെയും കാലഘട്ടങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് കൃപാസനത്തിൽ പത്രം കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ, അതിൽ കുറേ ആൾക്കാരെ സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഭവനമില്ലാതെ ഭവനം കിട്ടി, വഴിയില്ലാത്തവർക്ക് വഴി കിട്ടി എന്നൊക്കെ. ഞാൻ അങ്ങനെ തന്നെ സെപ്റ്റംബർ 16 ഞാൻ വിചാരിച്ചു, എന്തായാലും 2023 സെപ്റ്റംബർ 16 തീരുമാനിക്കുകയാണ്, ഉടമ്പടി വന്നെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നും ആയിട്ടില്ല. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പൈസ മേടിച്ച് 2017 സെപ്റ്റംബർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു. പക്ഷേ എനിക്ക് ട്രെയിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു, നാളെ, അതായത് സെപ്റ്റംബർ 18 എന്നെ പ്രസവിച്ച് ഇത്രയും വളർത്തിയ എൻ്റെ അമ്മ മരണപ്പെട്ടാലും ശരി, ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് പങ്കെടുക്കുകയുള്ളൂ എന്ന്. പിറ്റേ ദിവസം ഞാൻ 2018 സെപ്റ്റംബർ 18 ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഞാനിവിടെ പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. എനിക്കെന്തോ അറിയില്ല, അന്ന് എനിക്ക് കുർബാന കാണണമെന്നൊരു തോന്നൽ. ഞാൻ നേരെ തന്നെ എൻ്റെ വീടിൻ്റെ ഇടവക ആരോഗ്യമാത കരിമത്ര പള്ളിയിൽ ഞാൻ പോയി കുർബാന കണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ തിരുവോസ്തിയിൽ എനിക്ക് ഈശോയുടെ രൂപം പെൻസിലുകൊണ്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്ത പോലെ. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ ഒരു അച്ഛന് തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതായിരിക്കാം, ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് എടുക്കുക കാരണമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കണ്ണടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലൊരു പച്ച കളർ പേപ്പറിൽ കുറേ കറുത്ത അക്ഷരങ്ങൾ കൂടി എൻ്റെ മുന്നിൽ കൂടെ പോകുന്നു. അപ്പം ഞാൻ വെച്ചു ഇതെന്താണ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനങ്ങനെ വീട്ടിൽ പോയി ഒരു 9:30 ആകുമ്പോൾ എൻ്റെ പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്നെ വിളിക്കുന്നു, രേഖ ചേച്ചി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിലേക്ക് ചെല്ലുക, അവിടുന്ന് വിയോനെ കാണണമെന്ന്. അതുവരെ 2013 മുതൽ നേരെയാവാത്ത ഒരു കാര്യം, യെശയ്യാ പ്രവാചകന്മാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ഞാൻ നിനക്ക് മുൻപേ പോയി കുന്നുകൾ മാറ്റപ്പെടുകയും മലകൾ നിരപ്പാക്കുകയും ചെയ്യും, പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറയുന്ന വചനം യാഥാർത്ഥ്യമായി. ഞാൻ 16 ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അന്ന് തന്നെ എനിക്ക് പ്രതിബന്ധമായി നിന്നവരാരാണോ അവരെ ആ ഓഫീസിൽ നിന്ന്, അതും നമ്മുടെ പരിശുദ്ധ അമ്മ, അദ്ദേഹത്തിന് കൃപാവരത്താൽ അമ്മ അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒക്ടോബർ 1 എനിക്ക് സ്ഥലം കണ്ടു. ഒക്ടോബർ 25 ഞാനിനി മരിച്ചാൽ പോലും എനിക്ക് കിടക്കാനായി 5 സെൻറ്റ് സ്ഥലം പരിശുദ്ധമ്മ നൽകി. 1000 കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഫെബ്രുവരി 24 ഞങ്ങളുടെ അവിടുത്തെ പേരുകെട്ട ഉത്സവമാണ് മച്ചാട് മാമാങ്കം എന്ന് പറയുന്നത്. എൻ്റെ മോൻ 22 വയസ്സ്, അവൻ പഞ്ചകർമ്മ തെറാപ്പിയാണ്. മണ്ണുത്തി എന്ന് പറയുന്ന ഒരു തൈക്കാട്ട് മൂസിലെ ഫിസിഷ്യനാണ്. അങ്ങനെ അവൻ അവിടെ ഉഴിച്ചിൽ കഴിഞ്ഞ് വന്ന് അവൻ്റെ കൂടെയുള്ള 2 കൂട്ടുകാർ വരുന്നുണ്ട് പറഞ്ഞ് പൂരം കാണാൻ പോയതാണ്. രാത്രി 8:20 ആകുമ്പോൾ അവൻ്റെ വേറൊരു കൂട്ടുകാരൻ വിളിക്കുന്നു, രനുൽ എന്നാണ് എൻ്റെ മോൻ്റെ പേര്, അവന് കത്തി കുത്ത് കയറ്റുമെന്ന്. ഒന്നിലേക്കും പോവാത്തവൻ, ഒരു വ്യക്തിയോട് പോലും
ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുക പോലും ചെയ്യാത്ത എൻ്റെ മകന് 2 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. സീരിയസ് ആണ്, മെഡിക്കൽ കോളേജ് റെഡ് സോണിലാണെന്ന്. ഞാൻ എന്തെന്ന് പറയാ, ഒന്നിനെക്കുറിച്ചും നമ്മുടെ ബഹുമാന്യനായി VP ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ചാൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ഭാരം ഉണ്ടാവില്ല എന്ന്. അത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകനെ കുത്തിയേറ്റ് അവൻ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കണേന്ന് പറഞ്ഞിട്ട് പോലും എനിക്കൊരു ഫീലും തോന്നിയില്ല. എൻ്റെ 2 പെൺമക്കളും കരച്ചിലും ബഹളം. ഞാൻ പറഞ്ഞു, എന്തിനെ? ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മടിയിലേക്ക് അമ്മയുടെ പൊന്നു തിരുകുമാരനെ മരിച്ചതിന് ശേഷമാണ് കിട്ടിയത്. എനിക്ക് മരിച്ചിട്ടല്ല, ജീവനോടെ എനിക്ക് വേണം. ഞാൻ അവിടുന്ന് സാവകാശം തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാരെല്ലാവരും ഭയങ്കര വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം എൻ്റെ മകൻ പോയി. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഞാൻ ചെന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവനൊരു ദീർഘശ്വാസത്തോടു കൂടി അവൻ കണ്ണ് തുറന്ന് എന്നെ നോക്കി, അമ്മയെ ഞാൻ മരിക്കുമോ? ഞാൻ പറഞ്ഞു, എന്നെ അല്ലേ വിളിക്കേണ്ടത്, പരിശുദ്ധ അമ്മയെ വിളിക്ക്. നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നില്ലേ, പിന്നെന്തിനാണ് പേടിക്കണത്? ഞാൻ നാളെ മരിക്കും, പക്ഷെ നിന്നെ മരിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന നിൻ്റെ അമ്മ നിൻ്റെ കൂടെയുണ്ട്. ഉടമ്പടി വസ്തുക്കളൊന്നും എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല, കാരണം ഞാനും ഉത്സവ പറമ്പെന്നാണ് അങ്ങോട്ട് പോയത്. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഉടമ്പടി വസ്തുക്കൾ 14 സ്റ്റിച്ച് നെഞ്ഞിനകത്തും 8 സ്റ്റിച്ച് കഴുത്തിനകത്തുണ്ട്. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു, ഒരു സൂചിമനയുടെ പഴുതുണ്ടെങ്കിൽ ആ പൂരപ്പറമ്പിൽ തന്നെ എൻ്റെ മകൻ കഴുത്തറ്റ് മരിച്ചു കിടന്നേനെ, പെടഞ്ഞു കിടന്നേനെ. അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ശ്വാസകോശത്തിലേക്ക് ആ കൂട് പറ്റി അറ്റാക്ക് വന്ന് എൻ്റെ മോൻ മരിച്ചേനേന്ന്. പക്ഷെ എൻ്റെ മോന് ഒരു കേടും കൂടാതെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവൻ ഇത്രയും വലിയ സ്റ്റിച്ച് എല്ലാം ഉണങ്ങി എൻ്റെ മോൻ ഇന്ന് ആരോഗ്യത്തോടു കൂടെ എൻ്റെ വീട്ടിലിരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കൃപകൾ നൽകിയ നമ്മളോട് പറയുന്നില്ലേ, പാപികളെ വിളിക്കാനാണ് നമ്മുടെ യേശു കുരിശിൽ തറച്ചത്. ഈ ആൾത്താരയിൽ 2ാമത് ഞാൻ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ തിരുവോസ്തിയിൽ 2 വലിയ ബ്ലഡ് കട്ട കണ്ടു. ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ഈശോയുടെ ഹൃദയമല്ലേ മുറിയുന്നത്. ഞാൻ പേടിച്ച്, എനിക്ക് എന്താ അറിയില്ല, ആകെ പരവശമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ അടുത്തുള്ളൊരു കൂട്ടുകാരി, ഒരു ക്രിസ്തീയ ചേച്ചിയുണ്ട്, ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ചേച്ചി പറഞ്ഞു, നിനക്ക് നൽകിയ ഒരു വലിയൊരു കൃപയാണ് കുട്ടി, വേറെ ആരും കണ്ടില്ല. ഇല്ല, അപ്പം ശരിയാണ്, എനിക്ക് വേണ്ടി നീ എത്ര പാപത്തിലായിരുന്നാലും നിന്നെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുരിശിൽ കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർപ്പിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൃപാസനം പ്രേക്ഷിതരായിക്കൊണ്ട് നമ്മുടെ കൃപാസനം പത്രം കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു വ്യക്തിക്ക് പത്രം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമ്പോൾ, ആശുപത്രിയിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ കയറി നമ്മൾ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഇതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് അത് നമ്മളാരും ചിന്തിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു, ആശുപത്രിയിലെ റെസ്റ്റിംഗ് റൂമിൽ നിന്ന് ഒരു പത്രം ലഭിച്ചു. ആ പത്രം എടുത്ത് വായിച്ചു, കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞു, കൃപാസനത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ ജീവിതം നവീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തീയമായിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നു വന്നു, ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് ഈ സഹോദരിക്ക് അവസരം ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു ഏത് അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഈ സഹോദരിക്ക് ഒരു രൂപാന്തരീകരണം ഉണ്ടായതെന്ന്. താനായിരുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല മണികൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കടന്നുപോയപ്പോൾ വഴിത്താരകളൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു. ഈ സഹോദരി പറഞ്ഞു, തനിക്കൊരു ഭവനമില്ലാത്ത അവസ്ഥ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ പരിശുദ്ധമ്മ അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇവരുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയാണ്, ഈ സഹോദരിയുടെ മകന് ഒരു അപകടമുണ്ടായപ്പോൾ
ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കുരിശിൽ നിന്നുകൊണ്ട് ഈശോയെ തൻ്റെ മടിയിലേക്ക്, ഈശോയുടെ ചേതനയേറ്റ ശരീരം മടിയിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു രംഗം ക്രൈസ്തവരായ നമുക്കൊക്കെ അത് സങ്കല്പിക്കാവുന്നതും നമുക്ക് കാണാവുന്നതും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഓരോ നിമിഷവും അറിയുന്നതുമാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ തിരുമടിയിലേക്ക് നിൻ്റെ തിരുക്കുമാരനെ ദൈവം നിനക്ക് ചേതനയേറ്റ ശരീരമായിട്ട്, മരണമടഞ്ഞ ശരീരമായിട്ട് വെച്ചു തന്നുവെങ്കിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മേ, എനിക്ക് ജീവനോടുകൂടി എൻ്റെ മകനെ സ്വീകരിക്കുവാനായിട്ടുള്ള അവസരം തരണം. അതിനുശേഷം ഈ സഹോദരി പറയുകയാണ്, ആ ഉടമ്പടിയിലുള്ള വിശ്വാസത്തിൽ, ഉടമ്പടിയുടെ ആ പ്രാർത്ഥന അരൂപിയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സഹോദരി പറയുന്നുണ്ട്, അടുത്ത ദിവസമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകന് ജീവനോടുകൂടി പരിശുദ്ധ അമ്മ തനിക്ക് സമ്മാനിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളാണെന്ന് തോന്നുമ്പോഴും, ഇത് മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും, മനുഷ്യന് അസാധ്യമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വലിയ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ദൈവം സാധിച്ചു തരും. പക്ഷേ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇത്രയേറെ വലിയ സാക്ഷ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മളോട് പറയുവാനായിട്ട് അനുഗ്രഹിച്ച ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും ഇടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് ജിപ്സി ജോർജ്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആക്ച്വലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാഫ് നേഴ്സായിട്ട്. 2022 ഡിസംബർ 27 ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അത് ആക്ച്വലി 2019 ഒരു അമ്മയുടെ കൃപാസന പത്രം കിട്ടുവാനിടയായി. അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കൃപാസന പ്രാർത്ഥനകളൊന്നും കൂടാറില്ലായിരുന്നു. പരിശുദ്ധ അമ്മയെ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 2022 ജൂലൈയിൽ എൻ്റെ ഹസ്ബൻഡും ഫാദറും ഇവിടെ വരുവാനും തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും ഇടയായി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുവാനിടയായി. ഈ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സാലറി ഡിലേ ഉണ്ടായിരുന്നു. 6 മന്തോളം സാലറി ഡിലേ ഉണ്ടായിരുന്നു ഈ 2022-2023 സമയത്ത്, കൊറോണയ്ക്ക് ശേഷം. ഈ സമയത്ത് ഞാൻ ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിത്തിൻ 2 മന്ത് ഞങ്ങൾ ഹോസ്പിറ്റലിന് ഒത്തിരി പൈസ കിട്ടുവാനും ഞങ്ങളുടെ സാലറി ഡിലേ മാറ്റി കിട്ടുവാനുമായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ ഡിസംബർ 27, 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി മാറ്റങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ, ഈശോയുടെ സാന്നിധ്യം കാണുവാനായിട്ടിടയായി. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫിന് പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ അവൾ തൊണ്ടവേദന കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം പറഞ്ഞത് തൊണ്ടവേദനയായിരിക്കും, ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ 2 ഈ പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരികയും, അതായത് മംസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ അവളെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഐസൊലേഷൻ റൂമിൽ അവൾ തനിയെ 8 ദിവസം കിടന്നു. 8 ദിവസം കഴിഞ്ഞ് വെളിയിൽ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ 8 ദിവസം ആയപ്പോഴേക്കും അവളുടെ മുഖം ഇവിടെയെല്ലാം അവളെ തിരിച്ചറിയാത്ത വിധം അവൾ മാറിപ്പോയിരുന്നു മുഖം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഡോക്ടേഴ്സിന് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൽ ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയും വിശുദ്ധ തൈലം അവളുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെ അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ച് അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ആ ദിവസം തന്നെ ആ നീര് ചുരുങ്ങുകയും അവൾക്ക് പെട്ടെന്ന് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി അവൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു. അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ
ഉടമ്പടി ദിനത്തിന് ശേഷം ഒത്തിരി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാനിടയായി. കുടുംബ പ്രാർത്ഥനകളെല്ലാം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം ഇതെല്ലാം ഉപയോഗിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു PCOD ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, അങ്ങനെയെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും എല്ലാം കൊടുത്ത് അത് പൂർണ്ണമായി മാറുവാൻ, രോഗം സൗഖ്യപ്പെടുവാൻ സാധിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഭയങ്കര വെറുപ്പും വാശിയും ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. എല്ലാവരോടും മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒത്തിരി മാറ്റം എൻ്റെ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോയും ഇടപെട്ട് സാധിച്ചു തന്നു. അതിലൊത്തിരി മാറ്റം വന്നു. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം തന്നു. ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിപ്പാനും അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം ധ്യാനങ്ങളെല്ലാം കേട്ട് ഒത്തിരി മാറ്റം വരുവാനും സാധിച്ചു. അങ്ങനെ പിന്നെ പത്രം എല്ലാവർക്കും കൊടുക്കുവാൻ സാധിച്ചു. സൗദി അറേബ്യയിലും എവിടെയാണെങ്കിലും പത്രം എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. ആരും ഒന്നും ഒരു മറുത്തൊന്നും പറയാതെ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങുകയെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി ജീവിതമെടുത്ത് അതതിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉടമ്പടിക്ക് സാധിച്ചു എന്നുള്ളത്. അതുതന്നെയാണ് ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്ന ആത്യന്തികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കുക, നമ്മളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് വളർച്ച പ്രാപിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുൻപിൽ ജിപ്സി ജോർജ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി പറയുകയായിരുന്നു, ഉടമ്പടി എടുത്തതിന് ശേഷം പെൻഡിങ് ഉണ്ടായിരുന്ന സാലറിയൊക്കെ എത്രയും വേഗം ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുവെന്ന്. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ആ സഹോദരിയുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടായതായിട്ട് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ രോഗിയായിരുന്ന സുഹൃത്തിൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എത്രയും വേഗം സഹോദരി സുഖപ്പെട്ടതായിട്ട് ജിപ്സി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിന് സ്തുതി. അമ്മ മാതാവ് വഴി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. കുറച്ച് താമസിച്ചു പോയി, അതിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് റെനി, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ വരികയായിരുന്നു. ഞാൻ ആക്ച്വലി നേഴ്സാണ്. അപ്പോൾ UK പോകാൻ വേണ്ടി IELTS എക്സാമൊക്കെ എഴുതി അതിൻ്റെ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉടമ്പടിയിൽ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ IELTSൻ്റെ എക്സാം പാസ്സായി, CBT എക്സാം പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും UK സഡനായിട്ട് അവർ NHSൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഹോൾഡ് ചെയ്തതെന്ന് വെച്ചാൽ ജനുവരിയിൽ അവർ ഹോൾഡ് ചെയ്തു. എല്ലാവരും ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഏജൻസിയിൽ നിന്നും കിട്ടുന്നില്ല. എല്ലാ കാൻഡിഡേറ്റ്സും ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാനൊരു 3 മാസം ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ സസെക്സ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു, എല്ലാം അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ കയ്യിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഇല്ലാതെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? കാരണം നമ്മൾ IELTS എക്സാം എഴുതി, CBT എഴുതി, എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് പോയവരൊക്കെ 3 മാസം പോയെടുത്ത് നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ പോകുന്നില്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ ഇത് കൂടാറുണ്ട്. അപ്പം അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി വന്നിട്ട് സാക്ഷ്യം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ ചേച്ചിക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ചേച്ചി ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളും എങ്ങനെ അമ്മ ആ പ്രശ്നങ്ങളൊക്കെ ചേച്ചിക്ക് മാറ്റിയെടുത്തു എന്നും ചേച്ചിയുടെ ലൈഫിൽ മാതാവ് വരുത്തിയ മാറ്റങ്ങളൊക്കെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇതുപോലെ ഈ സ്റ്റേജിൽ വന്നിട്ട് 1000 മക്കളുടെ ഫ്രണ്ടിൽ അമ്മയ്ക്ക് സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇത് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു.
ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏജൻസിക്കും ഒരു വേക്കൻസി ഇല്ലായിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ നെറ്റിൽ ഇങ്ങനെ തപ്പിയപ്പം MSI എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ അവർക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെബ്സൈറ്റിൽ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. ഞാനിവിടെ വന്നു. അന്ന് ഞാൻ പുതുക്കാൻ വന്നിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോലുമ്പോൾ അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ മാതാവ് എനിക്കൊരു തീരുമാനം തരണം എന്ന് പറഞ്ഞു. ഞാനന്ന് ഇവിടുന്ന് പുതുക്കി വീട്ടിൽ ചെന്നു. രാത്രി ഒരു 9 മണിയായപ്പം എനിക്ക് അവരുടെ മെയിൽ വന്നു, എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ ഇൻ്റർവ്യൂ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങി. ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഇൻ്റർവ്യൂവിനെല്ലാം ഇരുന്നു. ഞാൻ അമ്മയുടെ മെഡൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ്, ഞാനിരിക്കുന്ന ടേബിളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, അവിടേക്ക് ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, ഉടമ്പടി തൈലം പൂശി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് ചെയ്തു. ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് അടുത്ത പ്രോബ്ലം വരുന്നത്. എനിക്ക് കിട്ടിയ കംപ്ലയൻസ് ഓഫീസറിനെ കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കും, തിരിച്ച് മെയിൽ അയക്കും, പുള്ളിക്കാരി അതിന് റിപ്ലൈ ചെയ്യില്ല. എല്ലാത്തിൻ്റെ പുറകെയും ഞാൻ തന്നെ ഓടണം. അവസാനം ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ ഞാനൊരു ഡോക്യുമെൻറ്റിന് ഒരിടത്ത് ചെല്ലുമ്പോഴേക്കും ഇവർ ഒരാഴ്ച താമസം എന്ന് പറയുന്നിടത്ത് ഞാൻ ചെന്ന് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ചെല്ലുന്നത്. അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ശരിയാക്കണം എന്ന് പറയും. ഒരാഴ്ച എന്ന് പറയുന്നത് ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവർ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അതെനിക്ക് അമ്മ ശരിയാക്കി തരും. എല്ലായിടത്തും പോകുന്നിടത്തെല്ലാം മാതാവ് എനിക്ക് വാതിൽ തുറന്നു തരും. അങ്ങനെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ കൊടുത്തു. അവസാനം ഈ കംപ്ലയിൻസ് ഓഫീസറിനെ കൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായി. ഞാൻ പ്രൗഢമിൽ പ്രാവശ്യം അമ്മ എനിക്കൊരു വഴി അമ്മ കാണിച്ചു തരണം. പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ റിക്രൂട്ടിനെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ്, റിപ്ലൈ പോലും തരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ആ കംപ്ലയൻസ് ഓഫീസർ റിസൈൻ ചെയ്തു, നിനക്ക് വേറെ ആളെ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ആളെ അസൈൻ ചെയ്തു. അവർക്കെല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊടുത്തു. അപ്പം അതൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ചൊവ്വാഴ്ച അമ്മയുടെ ദിവസമാണ്, ചൊവ്വാഴ്ച എൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചൊവ്വാഴ്ചയായി. അപ്പോൾ അവരെനിക്ക് മെയിൽ അയച്ചു, എൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി, ഡോക്യുമെൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആ ചൊവ്വാഴ്ച തന്നെ എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ COSന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒത്തിരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് UK ഒത്തിരി പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബ്സിലൊക്കെ വീഡിയോ കാണുന്നുണ്ട്, ആർക്കും COS കൊടുക്കുന്നില്ല. COS കിട്ടിയാലേ നമുക്കൊരു ഉറപ്പുള്ളൂ, നമുക്ക് ജോലി കിട്ടി എന്നുള്ളൊരു ഉറപ്പുള്ളൂ. അപ്പോൾ ആദ്യം അവരെനിക്ക് പറഞ്ഞിരുന്നത് ജൂലൈ 18 എന്നുള്ള ഡേറ്റ് ആയിരുന്നു. പക്ഷേ COS വൈകി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ പിന്നെയും എൻ്റെ ഉടമ്പടി കൊടുക്കേണ്ട സമയമായി. ഞാൻ ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ തിരിഞ്ഞ് നിന്ന് ഇവിടെ ഈ മാതാവിനോട് ഞാൻ പറഞ്ഞു, ജൂലൈ മാസം എനിക്കെൻ്റെ വിസ അടിച്ച് കൈ കിട്ടണം, എന്നിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഈ സ്റ്റേജിൽ നിന്നിട്ട് സാക്ഷ്യം പറയണം, അത് ഉറപ്പുണ്ട്, അമ്മ തരുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു. ജൂൺ അവസാനം എൻ്റെ COS കിട്ടി. ജൂലൈയിൽ തന്നെ എൻ്റെ വിസ അടിച്ച് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴേക്കും ഞാൻ എപ്പോഴും എനിക്ക് ആരോടും പറയാനില്ല. അപ്പം ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി കരയും. എന്നിട്ട് ഞാൻ ചോദിക്കും, എന്താ ഇങ്ങനെ ചോദിക്കും. അപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അവസാനം ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു, എന്ത് ചെയ്യണം. അവസാനം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ മാതാവിനി എന്നോട് പിണക്കമാണോ, ഞാൻ പറയുന്ന ഒന്നും മാതാവ് കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അവസാനം എൻ്റെ എല്ലാം കഴിഞ്ഞു. അവരെനിക്ക് ടിക്കറ്റ് അയച്ചു തരുന്നത് ആഗസ്റ്റ് 15-ാം തീയതിയാണ് എൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഡേറ്റ്. അമ്മ മാതാവിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ UK ചെല്ലുന്നത്. ഞാൻ മാതാവിനോട് ചോദിച്ചു എന്നോട് പിണക്കമാണോ എന്ന്. പക്ഷേ മാതാവിൻ്റെ ദിവസം മാതാവ് എന്നെ അവിടെ എത്തിക്കാൻ പോവാണ്. അമ്മ വഴി എനിക്ക് കിട്ടിയ ഒത്തിരി നന്മകൾക്ക് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കൂടെയുള്ള കുട്ടികളും അവർ ഒരുപാട് ടെൻഷനിലായിരുന്നു. അപ്പം ഞാനിവിടെ വരുമ്പോൾ ഞാൻ അച്ഛനോടും പറയും, അച്ഛ അവരും ഭയങ്കര ടെൻഷനിലാണ്, അവരുടെ കാര്യങ്ങളുമൊക്കെ ശരിയായി കിട്ടണം. ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്കും ഡിപ്ലോയ്മെൻ്റൊക്കെ ഡേറ്റൊക്കെ കിട്ടി, അവരുടെ കാര്യങ്ങളും പതിയെ ശരിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ ഇവൻ അണ്ടർ വെയ്റ്റ് ആണ്, അവൻ്റെ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് സങ്കടമാണ്. എല്ലാവരും ഇവനെ കാണുമ്പോൾ പറയും, ഇതെന്താ കൊച്ചു ക്ഷീണിച്ചിരിക്കുന്നു. നമ്മളവനെ ഫുഡ് കഴിപ്പിക്കും, എങ്കിലും അവന് വെയിറ്റ് ഗെയിൻ ആവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി വീട്ടിൽ പോയി ഇവൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കൊടുക്കാൻ പോവാണ്. അങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോഴേക്കും ഞാൻ പോയി മാതാവിൻ്റെ ഫ്രണ്ടിൽ വിശ്വാസ പ്രമാണം ചൊല്ലും. ഉപ്പെടുത്തിട്ട് ഞാൻ പറയും, എനിക്ക് അമ്മയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ ഫുഡിൽ ഞാൻ ഈ ഉപ്പിട്ട് കൊടുക്കുകയാണ്.
ഇവന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇവൻ്റെ ടിഫിൻ ബോക്സിൻ്റെ മുകളിൽ ഞാൻ ഒരു ഉപ്പ് ചെറുതായിട്ട് വെതറി അതിവന് സ്കൂളിൽ കൊടുത്ത് വിടും. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പം അവൻ 1.5 കിലോ കൂടിയിട്ടുണ്ട്. ആ ഉപ്പ് ഞാൻ അവന് കൊടുക്കാൻ തരാം. അതുപോലെ ഇവൻ പ്രാർത്ഥിക്കാൻ ഇവന് ഭയങ്കര മടിയായിരുന്നു. ഞാൻ എത്ര നിർബന്ധിച്ച് ഇവനെ വിളിച്ച് നന്മധർമ്മം ചൊല്ലിയാലൊക്കെ ഇവൻ ഓടിപ്പോവായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ സ്ഥിരമായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവനെ വിളിക്കും. ഇവന് ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊടുത്താൽ ഇവൻ ചൊല്ലും, ഇവൻ പ്രാർത്ഥിക്കും, എന്നിട്ട് ഉടമ്പടി തൈലം പൂശി കൊടുക്കും. അങ്ങനെയാണ് ഇവൻ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബൈബിളിലെ ജ്ഞാനത്തിൻ്റെ വേഴ്സസ് ഞാനത് ബൈബിൾ വചനം വായിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ഇവൻ ചൊല്ലാൻ തുടങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചാൽ വരാത്ത കൊച്ച് അവനിപ്പോൾ തനിയെ വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഇവൻ ഭയങ്കര കുസൃതിയാണ്. അവിടെയും ഇവിടെയെല്ലാം വീണ് മുറിഞ്ഞും അവിടെ കാലിൽ മുറിഞ്ഞ് കഴിഞ്ഞ് മുറിഞ്ഞു വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞ് മുറിഞ്ഞെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ പോയി ഉടമ്പടി തൈലം എടുത്ത് അവിടെ പൂശി കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ എവിടെയെങ്കിലും വീണ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, അമ്മ എനിക്കത് പുരട്ടിത്താന്ന് പറയും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിലും കാലിലും ഒക്കെ എവിടെയൊക്കെ മുറിവുണ്ടോ അതെല്ലാം എന്നെ കാണിച്ചു തരും. ഇവിടെ പെരട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതുപോലെ അവൻ്റെ പഠിത്തത്തിലായാലും ഒക്കെ ഒത്തിരി ഡിഫറൻസ് വന്നു. കൊച്ചിന് ഒത്തിരി അനുഗ്രഹം അമ്മയുടെ ഉണ്ടായി. അതുപോലെ എൻ്റെ ഫാമിലി ലൈഫിലായാലും ഒത്തിരി പ്രശ്നങ്ങളിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ടാണ് കുമ്പസാരിക്കുന്നത്. അപ്പോൾ കുമ്പസാരത്തിനിടയ്ക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നീ നിൻ്റെ എന്ത് വന്നാലും അമ്മയിൽ സമർപ്പിച്ചിട്ട് ഒന്നിനും നീ ടെൻഷൻ അടിക്കണം. കാരണം നിനക്ക് നിൻ്റെ ലൈഫിൽ നിനക്ക് സമാധാനം വേണ്ടേ, ഒന്നിനെ എല്ലാം അമ്മയിൽ വിട്ടേക്ക്, ഇനി ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. അപ്പം അന്ന് മുതൽ ഞാൻ അതങ്ങ് വിട്ടു, എല്ലാ പ്രശ്നങ്ങളും വിട്ടു, എല്ലാം അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്, അമ്മ നടത്തുന്ന പോലെ നടത്തട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്മ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി. അതുപോലെ ഫസ്റ്റ് ഞാനല്ല, എൻ്റെ അമ്മയാണ് ഇവിടെ വരുന്നത്. അന്ന് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ശരിക്കും അമ്മ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരാൻ വേണ്ടി ഇരുന്നതാണ്. അസുഖമായത് കാരണം വരാൻ പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ ഫാദറിന് CA പ്രോസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞൊരു ഡയഗ്നോസ് വന്നു. അപ്പം ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമ്മൾ സർജറി കഴിയുമ്പം ഒരു യൂറിൻ ട്യൂബ് ഇടും. ആ ട്യൂബ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലർക്ക് തനിയെ യൂറിൻ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ചിലർക്ക് അത് വരില്ല. അതൊരു 70% അങ്ങനെ ചാൻസ് ഉണ്ട്. തനിയെ നമ്മൾ അറിയാതെ യൂറിൻ പോകും. ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ട് അതുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സർജറി കഴിഞ്ഞു, ട്യൂബ് റിമൂവ് ചെയ്തു. ഇപ്പം 6 വർഷമായി, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഒരു സർജറി ചെയ്ത ആളാണെന്ന് പോലും നമുക്ക് കണ്ടാൽ തോന്നില്ല. എല്ലാ ജോലിയും എല്ലാം ഓടി നടന്ന് ചെയ്യും, ഒരു പ്രശ്നവും ഇല്ല. അവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയിലേക്ക് വരുന്നത്. അന്ന് മുതൽ അമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായപ്പോലും ഞാൻ എൻ്റെ ഉടമ്പടിയുടെ ഇടയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പം ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ അതിന് എവിടെന്നെങ്കിലും അമ്മ എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും, അമ്മ പെട്ടെന്ന് അമ്മ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ. അതുപോലെ എനിക്ക് പണ്ട് പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാനത് പള്ളിയിൽ കൊണ്ടുവെക്കുമായിരുന്നു. ലാസ്റ്റ് പിന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഒത്തിരി മക്കൾ വന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നു, അവരൊന്നും ഒരു മടിയും ഇല്ലാതെ പോയി പത്രം കൊടുക്കുന്നു, പിന്നെ ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? കാരണം അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ ദൈവം തന്ന ഒരു അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി നമ്മൾ മടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് തന്നെ ആൾക്കാർക്ക് കൊടുക്കാനും അങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതിനുള്ള മടിയും അതുമൊക്കെ മാറി. അതുപോലെ ഒത്തിരി യൂട്യൂബിൽ ഒത്തിരി നെഗറ്റീവ്സ് ന്യൂസ് കാണുമ്പോഴേക്കും ഞാനത് കാണുന്നത് അങ്ങ് നിർത്തി. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നോട് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളൊരു തവണ നിങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് നെഗറ്റീവ് കമൻറ്റ്സ് വേണമെങ്കിലും പറഞ്ഞു. ഒരു തവണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ് പറയില്ല, ഒരു യൂട്യൂബിലും പറയില്ല. കാരണം അമ്മ തരുന്ന അനുഗ്രഹം എന്താണെന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന 1000 മക്കൾക്ക് അവർ അനുഭവിച്ചറിഞ്ഞതാണ് അമ്മയുടെ അനുഗ്രഹം സ്നേഹം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് പറയാൻ വേണ്ടി പറയും. ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാറുമില്ല, അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽസിലും കേൾക്കാനും നിൽക്കാറില്ല. അതും ഒരു അനുഗ്രഹമായിരുന്നു. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് കേൾക്കണ്ട എന്നുള്ളത് മാതാവ് ഒരു തിരിച്ചറിവ് തന്നതും ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ മാതാവ് നൽകിയ ഒരുപാട് അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ഞാൻ ആഗസ്റ്റ് 15-ാം തീയതി പോവുകയാണ്. ഇനിയും എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ചുവട് വെക്കുമ്പോഴും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അമ്മേ മാതാവേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കളുടെ കണ്ണുനീരോടും വേദനയോടും ചേർത്ത് എൻ്റെ നിയോഗങ്ങളും കൂടെ അമ്മ കേൾക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എന്നെയൊക്കെ കഴിയുന്നത് എന്നോട് ആരെങ്കിലും ഒരു പ്രാർത്ഥന നിയോഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ എനിക്ക് വേണ്ടി എനിക്ക് ഒരു നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതൊരു ഇതായിരുന്നു. നമുക്ക് ആരുമില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് മാതാവും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേരും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അമ്മ മാതാവ് തന്നു. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ലഭിച്ച അനുഭവങ്ങളെല്ലാം കൂടി ഒരു 1, 2, 3, 4 സാക്ഷ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സെൻറ്റൻസ്. നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്ന വ്യക്തം, അതായത് ഒരുപാട് കുഞ്ഞുമക്കളേറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത മാതാപിതാക്കളുടെ മക്കൾ, അവർ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയിൽ നമുക്ക് എപ്പോഴും ഒരു പ്രഖ്യാപനത്തിനായിട്ട് ഉടമ്പടി വസ്തുക്കൾ നൽകപ്പെട്ടിട്ടുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അൾത്താരയിൽ അല്ലെങ്കിൽ വീട്ടിലെ അൾത്താരയിലായിരിക്കുമല്ലോ ഇത് സ്വാഭാവികമായിട്ട് വെക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങൾ ദൈവത്തിനെക്കുറിച്ച് ഒരുപക്ഷെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് അനുഭവം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് വെറുതെ എടുത്ത് പുരട്ടി എന്ന് മാത്രമല്ല, ഇതിനൊക്കെ വ്യക്തമായിട്ട് ആ മക്കൾ ജന്മത്തിൽ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇങ്ങനൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടിയിലെ വസ്തുക്കൾ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ മാത്രമല്ല, നിങ്ങളിലും കുറച്ച് നല്ലൊരു ശതമാനം പേര് ഇവിടെ ആയിരിക്കുമ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഒരു കാശ് രൂപമോ അല്ലെങ്കിൽ ഇവിടുന്ന് ആശീർവദിച്ച് നൽകിയിരിക്കുന്ന ഏതെങ്കിലും നേർച്ച വസ്തുക്കളും അതിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവം കിട്ടിയതും ഒക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട്. അപ്പം ഇത് വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോഴേക്കും ദൈവം ആ ഒരു വലിയൊരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ സാക്ഷ്യത്തിലും ഇതിന് വ്യക്തമായിട്ട് അതിനുള്ള തെളിവുകളും ഓരോ വ്യക്തികളും പറയുന്നുണ്ട്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും ഒരു വ്യക്തിയെ സ്പർശിക്കുവാനായിട്ടും സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സുവിശേഷത്തിലും കർത്താവ് ചെളി ഉണ്ടാക്കി കണ്ണിൽ പുരട്ടി എന്നൊക്കെ പറയുമ്പോഴും അല്ലാതെ സൗഖ്യം കൊടുക്കാനും ഈശോയ്ക്ക് പറ്റും. അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ എന്താണെങ്കിലും ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് ഒരു ടാൻജിബിളായിട്ടുള്ളൊരു വസ്തു എപ്പോഴും മനുഷ്യരുടെ മുൻപിൽ. അതുകൊണ്ട് കുരിശിനെ അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അല്ലെങ്കിൽ പിച്ചള സർപ്പം കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പത്തെ വെച്ചു എന്നൊക്കെ പറയുന്നതിൽ മനുഷ്യരുടെ മുൻപിൽ എപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട്, രക്ഷയുടെ പ്രതീകമായിട്ട് ഒരു വസ്തുവോ ഒരു വ്യക്തിയോ ഒരു അടയാളമോ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ബൈബിളിലുടനീളം കാണുന്ന ഒരു സത്യമാണ്. അവസാനം ഈ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മ ഇതിനെ ഓണർ ചെയ്യുന്നുണ്ട്. കാരണം അത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അനുഭവമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പറയുമ്പോൾ ചുരുക്കി പറയുമ്പോൾ ഇതൊരു അനുഭവത്തിൻ്റെ ഒരു കൂടാരമാണ്, ദൈവാനുഭവങ്ങളുടെ കൂടാരം. ഇവിടെ ആശയങ്ങൾ വെച്ച് ഒരു പരിധിവരെ ഒരു പരിധിവരെ ചെല്ലാമെങ്കിൽ അതിനപ്പുറം ഇവിടെ എല്ലാവരും അനുഭവത്തിൽ നിൽക്കുന്നവരാണ്. അപ്പം ജീവിതത്തിൽ അനുഭവം കിട്ടുന്നത് വരെ നമുക്ക് ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത അല്ലെങ്കിൽ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ വെറുതെ ഒരു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അനുഭവം ലഭിക്കുമ്പോൾ അപ്പോൾ ഒരു വിശ്വാസിയും അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരാളും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്ന അനുഭവം പരിശുദ്ധ അമ്മ ഒരല്പം വിശ്വാസത്തോടോ അല്ലെങ്കിൽ ഒരല്പം സംശയത്തോടും, വിശ്വാസം ഇല്ലാതെ ആണെങ്കിൽ പോലും ഒരാൾ അത്യാവശ്യം ഒരു ബോധ്യത്തോടു കൂടി ഇവിടെ എത്തുമ്പോൾ മാതാവ് അവരെ സ്പർശിക്കുന്ന വല്ല അനുഭവം ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണം അത്രത്തോളം വ്യക്തമായിട്ട് പരിശുദ്ധമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പം ഉടമ്പടി വസ്തുക്കൾ വെച്ച് മകനെ ലഭിച്ചതും വ്യക്തിപരമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും മാതാവിനോട് വ്യക്തമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അത് ഒരു ശക്തി പോലെ പിന്നീട് മാറും. അപ്പം ഇത് വലിയൊരു ആത്മീയ അനുഭവമാണ്. കാരണം നമ്മൾ ഈ മാതാവിനോട് സംസാരിക്കുക, എന്തുണ്ടെങ്കിലും മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം അതിങ്ങനെ ചോദിക്കുക മാത്രമല്ല, തിരിച്ചതിനുള്ള റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ടാണല്ലോ ആ ഒരു ബോധ്യത്തിൽ അപ്പം ഇതൊരു അനുഭവത്തിൻ്റെ ഒരു തലമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വലിയൊരു അനുഭവം ഒരുപാട് പേർക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ സഹായകമാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ഈ മകളുടെ സാക്ഷ്യവും റിലേറ്റ് ചെയ്യുന്നതെല്ലാം ഡേറ്റും മാതാവിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇതൊക്കെ ഈശോയും മാതാവും ഈ വ്യക്തിയായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം. അതായത് ഇതാണ് തീർച്ച. അതായത് നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നമുക്ക് കാണിച്ചു തരും. അതായത് ഈ കർത്താവ് പറയുന്നില്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അതിനർത്ഥം എല്ലാ കാര്യങ്ങളും കൊണ്ട് പെട്ടെന്ന് നടത്തി തരികയെന്നോ ദൈവം പ്രത്യക്ഷപ്പെടുക എന്നുള്ള അർത്ഥമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ കർത്താവിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് അവരെ കൊണ്ട് നിർത്താമല്ല. കർത്താവ് പറയണത് മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, നിങ്ങൾ ആക്രമിക്കേണ്ടി പെടും, നിങ്ങൾ ആക്രമിക്കപ്പെടാം, പരിഹസിക്കപ്പെടാം, പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കും. അത് മനസ്സിലാക്കാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ സഹായിക്കും. പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം
വളരെ ശക്തമായിട്ട് കൂടെ നിൽക്കുക. ഇതൊരു അനുഭവമാണ്. ഈ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. കാരണം നിയോഗങ്ങൾക്കിടെ ആയുസ്സെന്ന് പറയുന്നത് നടക്കുന്നത് വരെയോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളതാണ് ഉടമ്പടി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ആർദ്ര. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജാനുവരി മാസമാണ്. ഇതെൻ്റെ 5ാമത്തെ പുതുക്കലാണ്. ഞാൻ ആദ്യം കൃപാസനയെ പറ്റി അറിയുന്നത് ഞാൻ അമ്മയായിട്ട് അടുത്തൊരു ഷോപ്പിൽ പോവുകയും അവിടെ ഒരു അങ്കിൾ എനിക്ക് കൃപാസന പത്രം തരികയും ചെയ്തു. തന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ കയ്യിലൊരു ബുക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥനയൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ബുക്കായിരുന്നു. അതൊരു ലിങ്ക് ഞാൻ കണ്ടു യൂട്യൂബിലെ. ആ ലിങ്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് തന്നെ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അതിൽ കിട്ടി എനിക്ക്. അന്നത് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനത് പോസ് ചെയ്ത് വെച്ച് ഫുള്ള് എഴുതിയെടുത്തു. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയും മോളുമാണ്. ഞാൻ പ്രാർത്ഥന കൊടുത്തായിരുന്നു. അവരന്നോട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം കറക്റ്റ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിഗ്രി കാലയളവിൽ ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ 1 ഇയർ കൊതിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ആരും എന്നെ കൊണ്ടുവരാനില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറയുമ്പോഴും അമ്മ പറയും, ആലപ്പുഴയല്ലേ, ഇത്രയും ദൂരമല്ലയോ, എങ്ങനെ പോകും? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പോകണം, ഒരുപാട് പേര് പോകുന്നുണ്ട് എന്ന് പറയും. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആൻറ്റി വന്നു. ആൻറ്റി പിന്നെ ഒരു കൃപാസന പത്രം കൊണ്ടു തന്നു. അപ്പം ഇതിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകണമെന്ന് ആൻറ്റിയുടെ അമ്മ പറഞ്ഞു. ഞാൻ ആ വഴി ആൻറ്റി ഇവിടെ വന്നു. ഇവിടെ നടക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, ആൻറ്റി ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇത് ഉടമ്പടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റും ആൻറ്റി എടുക്കാൻ. പറഞ്ഞു, മോക്കും പറ്റും, പക്ഷെ ഇപ്പം എടുക്കണ്ട, നീ വീട്ടിൽ ചോദിച്ച് ഒരുങ്ങി പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിറ്റേ എനിക്ക് വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കിത് എടുക്കാമോ, എനിക്കിത് പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എനിക്ക് ശക്തമായ തീരുമാനം തന്നു, നീ വന്ന് എടുക്കുക എന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ആദ്യം തന്നെ മാതാവിനെ എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു അനുഗ്രഹം തരണമേ അമ്മയെ എടുക്കാനുള്ളതെന്ന്. അങ്ങനെ എനിക്കത് കിട്ടി. ഞാൻ വീട്ടിൽ ചെന്ന് 2 മാസം കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നോക്കി. പിന്നെ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഡിഗ്രി പീരീഡിലേക്ക് വന്നപ്പോഴത്തേന് പ്രാർത്ഥന രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി കഴിഞ്ഞ് എനിക്കിത് പ്രോപ്പർലി കൊണ്ടുപോകാൻ വന്നില്ല. ലാസ്റ്റ് എൻ്റെ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിന് എനിക്ക് ഒരു പേപ്പർ കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ അമ്മ മാതാവിനോടോട് പ്രതീക്ഷിച്ചു. ഞാനത് മറന്നെങ്കിലും അമ്മയത് മറന്നില്ല. അമ്മ എനിക്ക് ആ പേപ്പർ തന്നു. അവസാനം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് 1 ഇയറായി. 23 പാസ് ഔട്ടാണ് ഞാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും എനിക്ക് ജോലി മതി. ഇനി ഞാൻ ഒരിക്കലും IELTS അങ്ങനൊരു കാര്യത്തിലേക്ക് പോകത്തില്ല. ഇവിടെ ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മേളിൽ നിന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ബോധ്യം തന്നു, നീ IELTS നിയോഗം വെക്കെന്ന് പറഞ്ഞു. ഞാൻ വെച്ചില്ല. കാരണം എന്നെക്കൊണ്ടത് പറ്റത്തില്ല എന്ന് എനിക്ക് സ്വയം അറിയാം. കാരണം ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വെച്ചില്ല. ഞാൻ തിരിച്ചു പോയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും സന്തോഷത്തോടെ പറയാൻ വന്നേക്കുന്നത്, ഇന്നലെ എൻ്റെ IELTS റിസൾട്ടാണ്. ജർമ്മൻ സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാനത് ഭയങ്കര ഡിഫിക്കൽട്ടിലോട്ടാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ എനിക്ക് IELTS പോകണം, പഠിക്കണം. വീട്ടിൽ പറഞ്ഞു, എന്തിനാ വെറുതെ പൈസ ചിലവാക്കി, നീ എന്തിനാ പോകുന്നത്, നിനക്കത് കിട്ടത്തില്ല. എല്ലാവരും ഡീമോട്ടിവേഷൻ, ആരും സപ്പോർട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക്, എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞു കിട്ടും, ഉടമ്പടി നിന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും, ഉറപ്പായിട്ടും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയി. ജാനുവരി മാസം ഈ വർഷം ഞാൻ ആദ്യം പോയി ജോയിൻ ചെയ്ത് അക്കാഡമിയിൽ. 3 ദിവസം ക്ലാസ്സിൽ എനിക്ക് പോകാൻ പറ്റിയുള്ളൂ. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായി, വയ്യാണ്ടായി. ആ ഒരു സ്റ്റേജിൽ എനിക്ക് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു ഉടമ്പടി. വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. എന്നിവിടെ ഒന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. ലാസ്റ്റ് ഞാനിവിടെ വന്ന് ടെക്സ്റ്റ് എടുത്ത് ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവി എനിക്ക് നീ ഒരു വഴി തുറന്നു തന്നേ പറ്റൂ എന്ന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു. എനിക്ക് വീട്ടിൽ ചെന്നു, ഞാൻ ടെക്സ്റ്റ് എടുത്തു,
പൊട്ടിക്കരഞ്ഞു. തുറന്നപ്പോഴത്തേന് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. മനസ്സിലായി ഇതാണ് എൻ്റെ വഴിയെന്ന് മനസ്സിലായി. ഞാൻ അക്കാഡമിയിൽ പോയി വീണ്ടും വീട്ടിൽ വാശി പിടിച്ച് എൻ്റെ ഒരാളെ നിർബന്ധപ്രകാരം. എന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു ഒരേ ഒരു അവസരം തരും, നീ എഴുതിയെടുത്തോണോ എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, കാരണം 9ഉം 10ഉം വട്ടം എഴുതിയിട്ട് ആൾക്കാർ കിട്ടാത്ത ഓരോ കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു മനസ്സിൽ. എന്നാലും കുഴപ്പമില്ല, മാതാവിനെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി അക്കാഡമിയിൽ ചെന്ന് ചേർന്നു. എനിക്കൊരു അടയാളം കിട്ടണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ കയറി പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആപ്ലിക്കേഷൻ്റെ. അപ്പോഴത്തേന് അവിടുത്തെ ഒരു ഫാക്കൽറ്റി അടയാളം പോലെ ഉടമ്പടി കാശ് രൂപയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ വഴി, ഉറപ്പായിട്ട് ഞാനിതിൽ പരാജയപ്പെടുത്തില്ലെന്ന് വിചാരിച്ചു. ക്ലാസ്സിൽ പോയിരുന്നു, സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിച്ച് ആദ്യമൊന്നും ആരും മിണ്ടത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ വട്ടം ശക്തമായിട്ട് എല്ലാ കാര്യം ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. മാതാവ് എനിക്ക് ഓരോ വഴികൾ തുറന്നു തരുമായിരുന്നു. ആരും ആദ്യം ഒന്നും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ മാത്രം ഫ്രണ്ടിൽ പോയി ഒറ്റയ്ക്കിരിക്കും. പക്ഷെ എനിക്ക് അത് അറിയത്തില്ലായിരുന്നു ഇതിലിരിക്കുന്ന ഒരു ചേച്ചി ഉടമ്പടി എടുത്തതാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ബ്രേക്ക് ടൈമിൽ സാക്ഷ്യം കേൾക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് സാക്ഷി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ചേച്ചി എന്നോട് ചോദിക്കും, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിലെ ഫാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ് ചേച്ചി, രാവിലെ എഴുന്നേൽക്കുമോ പ്രാർത്ഥിക്കും. ഞാൻ എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകും. ചേച്ചി ഉടമ്പടി എടുത്തിട്ട് കുറേ നാളായി, പക്ഷെ പത്രമൊന്നും കൂടുതൽ കൊടുക്കത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ മറ്റുള്ളവരോട് ഇടപഴകാൻ പറ്റുകയും അവരോട് സംസാരിക്കുക, ഉടമ്പടിയെ പറ്റി എന്നും കൂടെ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പത്രവുമായിട്ട് ബ്രേക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പല റോഡുകളിലായിട്ട് മാറി ഓരോരുത്തരായിട്ട് അവർ ഉടമ്പടി എടുക്കാത്തവരല്ലാത്തവർ കൂടുതൽ ഞങ്ങൾ വണ്ടിയിൽ വരുന്നവരെയൊക്കെ നിർത്തിച്ച് ഞങ്ങൾ പത്രം കൊടുക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ മാതാവ് അത് കണ്ടു. എനിക്ക് അവിടെ അടുത്ത ഒരു കുരിശടിയുടെ അവിടെ നിന്നിരുന്ന ഒരു കെട്ട് പത്രം കിട്ടുകയും ഞാനത് അർഹമായ കൈകളിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. IELTS ഞാൻ പോയിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല. റീഡിങ് പാട്, ലിസണിങ് പാട്. ഞാൻ CBSE സ്കൂളിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. എനിക്ക് ഇംഗ്ലീഷ് ഒരു കുഴപ്പവും ഇല്ല. എപ്പോഴും A+ കുറഞ്ഞ് എനിക്ക് കിട്ടത്തില്ല. പക്ഷേ IELTS വന്നപ്പോഴത്തേന് ഇതൊന്നും അല്ല അവസ്ഥ എനിക്ക് മനസ്സിലായി. ഒന്നും പറ്റുന്നില്ല. ആരുടെയും വീട്ടിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പോലും ആരെങ്കിലും കാണും, പക്ഷെ എനിക്ക് ആരുമില്ലായിരുന്നു. അമ്മനില്ല, അപ്പയില്ല, ആരുമില്ല സംസാരിക്കാൻ. ഞാൻ റൂമിന് വെളിയിലോട്ടിറങ്ങുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ റൂമിൽ എന്താണ് കയറി കഴിഞ്ഞത് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ ബസ്സിൽ പോകുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം കേട്ടു. അത് മാത്രമായിരുന്നു എൻ്റെ ബലം. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. ഞാൻ പ്രിപ്പയർഡ് ആയില്ല. പിന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് അന്നേരം ഓക്കെ ആയില്ല. എനിക്ക് സ്പീക്കിംഗ് ആദ്യമൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ഭാഗ്യം പോലെ അമ്മ മാതാവ് കൊണ്ടു തന്ന പോലെ എനിക്കൊരു ഫാക്കൽറ്റി കിട്ടിയ അവിടെ എന്നോട് മാം പറഞ്ഞു, ആർദ്ര യു ക്യാൻ, നിനക്ക് പറ്റും, നിനക്ക് കാലിബറുള്ളൊരു കുട്ടിയാണ്, നിനക്ക് പറ്റും, നീ സംസാരിക്കുക. IELTS അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, 2 മിനിറ്റ് സ്പീക്ക് ചെയ്യണം ക്യൂ കാർഡിന്. എനിക്ക് 1 മിനിറ്റ് പോലും തേക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞ്, എന്നിട്ടും ഇനി മാസങ്ങളില്ല. പിന്നെ ഞാൻ ശ്രമിച്ചു, എനിക്ക് പറ്റി. മാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഞാൻ മുൻപോട്ട് പോയി. എനിക്ക് പറ്റിയില്ല റീഡിങ്, പ്രത്യേകിച്ച് എനിക്ക് റീഡിങ് ഒട്ടും പറ്റത്തില്ലായിരുന്നു. എക്സാമിന് തലേ ദിവസം പോലും എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല, എൻ്റെ വീട്ടിൽ പൈസയില്ല, ഇനി ഒന്നും നടക്കത്തില്ല, നിന്നെ കണ്ടോണ്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. മാതാവ് അത്ഭുതം പോലെ എനിക്ക് 7 എന്നൊരു ഡേറ്റ് വേണമായിരുന്നു. 27 എനിക്ക് ഡേറ്റ് തന്നു, 25 എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് തന്നു. ലാസ്റ്റ് എല്ലാം ഒരു അച്ഛൻ പറയും ഇവിടെ പരീക്ഷണം വരും, നിങ്ങൾ തളരരുതെന്ന്. ലാസ്റ്റ് ആയപ്പോഴത്തേനും എൻ്റെ സമയമായപ്പോഴത്തേനും എൻ്റെ ഫാക്കൽറ്റി സ്പീക്കിങ്ങിൻ്റെ മാം പോയി. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. മാം പറഞ്ഞു, കരയണ്ട, നിനക്ക് കിട്ടും, നിനക്ക് അതിന് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ 27 എക്സാം ഡേറ്റ് വന്നു. ഞാൻ 25 സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ പോയി. ഞാൻ ആഗ്രഹിച്ച എക്സാമിന് സ്മിത്ത് എന്നൊരു എക്സാമിനറായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കാരണം എപ്പോഴും മോൾ എന്നോട് പറയുമായിരുന്നു, ചേച്ചി വിഷമിക്കണ്ട, ചേച്ചി സാക്ഷ്യം പറയാറായി, വിഷമിക്കണ്ട. ഇതുപോലൊരു ചേച്ചി ഇതിന് മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആഗ്രഹിച്ച എക്സാമിനറിനെ കിട്ടിയില്ല, പക്ഷെ ആ ചേച്ചി എക്സാമിന് പാസ്സായി. അതൊക്കെ എൻ്റെ ഒരു ധൈര്യമായിരുന്നു. അവിടെ ഞാൻ ചെന്നു, എല്ലാവരും ഇരുന്ന് പഠിക്കുന്നു, ക്യൂ കാർഡ് വർക്കൗട്ട് ചെയ്യുന്നു, അത് പടി ഇത് പടി എന്നൊക്കെ പറയുന്നു. ഞാനൊന്നും നോക്കിയില്ല. എനിക്കൊരു വചനമുണ്ട്, വചനം എഴുതുന്ന ബുക്കുണ്ട്, ബുക്കിൽ ഞാൻ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇവിടുന്ന് ഞാൻ കഴുകിയിട്ടുള്ളൂ. ഹോൾ ടിക്കറ്റ് എടുത്തു, പിന്നെ എൻ്റെ പാസ്പോർട്ട് എടുത്തു, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വചനം എഴുതിയ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരുന്നു. ഞാൻ വചനം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പഠിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. കൂടെ വന്നവർക്കെല്ലാം ഓൺലൈനായിരുന്നു. അനുഗ്രഹം പോലെ മാതാവ് എനിക്ക് ഓഫ്ലൈൻ തന്നു. ഞാൻ പറഞ്ഞ, അമ്മേ ഞാൻ നിന്നോട് സംസാരിക്കാൻ അങ്ങോട്ട് വരുന്നത്, ഞാനും നീയും തമ്മിലുള്ള മീറ്റിംഗ് ആണ്, എനിക്കിത് നല്ലപോലെ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എക്സാമിന് കയറി. ഞാൻ പ്രതീക്ഷിച്ച എക്സാമിൻ്റെ അല്ലായിരുന്നു, പക്ഷേ അന്നേരം ഷോക്കായി പോയെങ്കിലും ഞാൻ പേടിച്ചില്ല. എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ
ഉടമ്പടി നേർച്ച വസ്തു ഉപ്പുണ്ടായിരുന്നു. ഞാനത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ ടേബിളിലിട്ടു, പ്രാർത്ഥിച്ചു. എന്നോട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. ഒന്നിനും എനിക്ക് സ്റ്റോപ്പ് വന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാത്തതിന് പോലും ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിങ് കഴിഞ്ഞു. എൻ്റെ കൂടെ കഴിഞ്ഞ ബാക്കി എല്ലാവർക്കും 5.5 അതേ ഉള്ളൂ. മാതാവ് എനിക്ക് നല്ല സ്കോർ തന്നെ സ്പീക്കിങ്ങിന് ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി ഉണ്ടായി. അതുപോലെ തന്നെ ഞാനിവിടെ എക്സാമിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ഇവിടെ നിന്ന് ഞാൻ കുർബാന നടന്നുകൊണ്ടിരിക്കുക, വന്നപ്പോൾ തൊട്ട് ഞാൻ നിന്ന് കരയുക. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പോവുക എക്സാമിന്, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നേ സാക്ഷ്യം പറയാനേ വരത്തുള്ളൂ. പിന്നെ ഞാൻ സാക്ഷ്യം കാണുന്ന വഴിക്ക് പിന്നെ ഞാൻ കുറച്ചു. കാരണം എന്ന് വെച്ചാൽ എന്നെ പോലുള്ള യൂത്ത് പിള്ളേർ ഒരുപാട് കയറി സാക്ഷ്യം പറയുന്നു. ഇതെന്തോ എനിക്ക് മാത്രം പറ്റാത്ത, ഇനി എന്താണ് എൻ്റെ കുറവെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. കരഞ്ഞോട് നിന്നപ്പം അച്ഛനെ കവളത്തടിച്ചു. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ശനിയാഴ്ച എക്സാമാണ്, എനിക്കൊന്നും അറിയത്തില്ല, നീ മെറിറ്റിൽ നിന്ന് സമ്മതിച്ചല്ലയോ പോകുന്നത്, അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി എക്സാം എഴുതി പാസ്സായി. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു, അമ്മ ഏതെങ്കിലും ഒരു കൺട്രിയുടെ സ്കോർ തന്ന് നീ എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ഇതിന് മുന്നേ ഇവിടെ ഇനിയും കഴിഞ്ഞ ഒക്ടോബർ റാലിക്ക് വന്ന് ഞാൻ പങ്കെടുത്തു. ഈ റാലിക്കും എനിക്ക് വന്ന് പങ്കെടുക്കണം പറഞ്ഞു. അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം. പാസ്സാവുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തല്ലേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് മാത്രമാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാതാവ് ഞാൻ ഏത് കൺട്രിയുടെ സ്കോർ ചോദിച്ചു. എൻ്റെ മനസ്സിൽ ആദ്യം തൊട്ടേ ജർമ്മനിയുടെ സ്കോറായിരുന്നു. എനിക്ക് അമ്മ ഇന്നലെ ജർമ്മനിയുടെ സ്കോർ തന്ന് അനുഗ്രഹിച്ചു. IELTS ഞാൻ പാസ്സായി. ഇവിടെ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഉടമ്പടിയിലാണോ? നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പൊക്കോ, ഞാൻ അതിന് ഉറപ്പ് നൽകുന്നു. മാതാവ് ഇവിടെ വന്ന് എന്ത് തോന്നിപ്പിക്കുന്നു അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള തീരുമാനം. മാതാവിനോട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ എനിക്കിവിടെ കയറുന്ന സാക്ഷ്യം പറയുന്ന പോലെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ജർമ്മനിയാണ്, ലാംഗ്വേജിൽ സ്ട്രഗിൾ വരും. പക്ഷെ ഞാൻ ഭയക്കുന്നില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ പേടിക്കുന്നില്ല. എവിടെ ഞാൻ ഉടമ്പടി എടുത്ത ഞാനാണ്. ഞാൻ എവിടെ പോയാലും അവിടെ അമ്മ ആദ്യം എനിക്ക് പ്രയോറിറ്റി തരുമെന്ന് എനിക്കറിയാം. എനിക്ക് തന്നിട്ടേ ബാക്കി ആർക്കും കൊടുക്കത്തുള്ളൂ എനിക്കറിയാം. അതുകൊണ്ട് ഉടമ്പടി എൻ്റെ ബലമാണ്. നിത്യത വരെ ഉടമ്പടി എൻ്റെ കൂടെ കാണുകയും ചെയ്യും. ഇവിടെ ഞാൻ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ചേച്ചി ഉടമ്പടിയിലാണ്. ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ ഉടമ്പടിയെ പറ്റി ഡിസ്കസ് ചെയ്യും. എനിക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ജൂൺ 21 ഞാൻ റൂമിലിരുന്ന് ഒരു ചേച്ചിക്ക് വേണ്ടി കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോഴത്തേനും ഒരുപാട് വിഷമിച്ചാണ് കൊന്ത ചൊല്ലുന്നത്. തിരിക്കാത്ത ഞാൻ മാതാവിനെ കണ്ടു. ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ബോധം കെട്ട് പുറകോട്ട് വീണു. ജൊമാല എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. അമ്മ എന്നെ വന്ന് പിടിച്ച് എന്തോ പറ്റിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവിനെ ഞാൻ കണ്ടമ്മയെന്ന് പറഞ്ഞു. ആരും എന്നെ വിശ്വസിച്ചില്ല. എല്ലാവരും പറഞ്ഞു, നിനക്ക് ഹാലൂസിഷനാണ്, നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമോ, ഇങ്ങനെയുണ്ടോ പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, എനിക്ക് അതിനൊരു തെളിവായിട്ട് ഞാൻ അച്ഛൻ പറയും എപ്പോഴും, അമ്മ മാതാവ് വന്നാൽ സാന്നിധ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും. എനിക്കറിയത്തില്ല, അന്ന് മൊത്തം എനിക്ക് സന്തോഷമായിരുന്നു. അന്ന് ഫുൾ എനിക്ക് സന്തോഷം. ഞാൻ ആരോട് പറഞ്ഞിട്ടും പിന്നെ അവർ വിശ്വസിച്ചില്ല. പെട്ടെന്ന് ഞാൻ ബെഡിൽ വന്ന് കിടന്നു. എന്നോട് മനസ്സിൽ തോന്നിച്ചു, നീ അവിടെ നിന്ന് എഴുന്നേക്ക. ഞാൻ പോയി ബൈബിൾ തുറന്നു. എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 89:34. ഞാൻ നിൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ പറഞ്ഞ വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ഞാൻ എൻ്റെ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കള്ളവല്ല, ഇത് സത്യമാണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനുശേഷം എപ്പം ഞാൻ തിരി കത്തിച്ചാലും അതിനെനിക്ക് അമ്മ തിരുഹൃദയം തന്നിരിക്കും. കഴിഞ്ഞ ദിവസവും ഞാൻ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ പാസ്സാവും അമ്മേ, ഏതെങ്കിലും കൺട്രിയിൽ സ്കോർ തന്നാൽ മതി അമ്മേ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ സുഗന്ധാഭിഷേകമാണ് അമ്മയോട് ചോദിച്ചത്. അമ്മ എനിക്ക് തിരുഹൃദയം തന്നു. അതെല്ലാം ഞാനിവിടെ ഫോട്ടോ എടുത്ത് അച്ഛനെ ഞാൻ കാണിച്ചു. എനിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഇനിയിപ്പം ലാംഗ്വേജ് പേടിയാണെങ്കിൽ കൂടെ ഞാൻ ധൈര്യമായിട്ട് എക്സാമിന് പോകും. ഇനിയും എനിക്ക് മുൻപോട്ട് ഒരുപാട് കടമകളുണ്ടെന്നറിയാം. അതിലെല്ലാം അമ്മ മാതാവ് എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാനിവിടെ 1 ഇയർ ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിവിടെ ജോലിക്ക് വേണ്ടി ജോസഫ് അച്ഛനെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ജോലിയുടെ കാര്യം ഒന്നും ഓക്കെ ആയില്ല. ഞാൻ അന്നേ തീരുമാനിച്ച് എനിക്ക് ജോലി മതി, IELTS ഒന്നും വേണ്ട എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനിവിടെ അൾത്താരയുടെ മുന്നിൽ ഇതുപോലെ റിബൺ കിട്ടിയെടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ കൈ പാസ്പോർട്ടുണ്ട്. അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. അച്ഛനോട് വേറൊന്നും പറഞ്ഞില്ല, 2 പറഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എന്ത് 2 എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് IELTSൻ്റെ മാസം വരുമ്പോൾ കറക്റ്റ് 2 മാസമാണ്. 2 മാസം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. എന്നെക്കാട്ടിലും മെറിറ്റുള്ള പിള്ളേർ അവിടെ കോൺഫിഡൻസ് ആയിട്ട് നിന്നു. ഞാൻ റിസൾട്ട് വിളിച്ചെന്നല്ല ചോദിച്ചു, എങ്ങനെയുണ്ട് സ്കോർ? അവർക്ക് ഓരോ മൊഡ്യൂൾ പോയിട്ടുണ്ട്. പക്ഷേ മാതാവ് എനിക്ക് നല്ലൊരു സ്കോർ നൽകി അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കിട്ടുന്ന പത്രം പ്രാർത്ഥിച്ച് ഉപ്പും തൈലവും തൊട്ട് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്.
കൊടുത്ത് ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറയും. പ്രാർത്ഥിക്കണം, ഇവിടെ നടന്ന സാക്ഷ്യങ്ങളാണിത്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവിടുന്ന് പത്രം മേടിച്ച് കഴിഞ്ഞ് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിക്കും. ഒരു മാസത്തിൽ 1-2 വട്ടം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വന്ന് മേടിക്കും. എന്നിട്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഗാന്ധി ഭവൻ വിസിറ്റ് ചെയ്യുകയും അവിടെ സത്യം പറഞ്ഞാൽ കൃപാസന പത്രം കൊതിച്ചിരിക്കുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ആരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ഈ പ്രത്യേകിച്ച് യൂത്തിനോടാണ് പറയേണ്ടത്. കാരണം താ ചേച്ചി മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് നീണ്ട ക്യൂ ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് സമയം പോലും കിട്ടാത്ത പോലാണ് ആൾക്കാർ നിൽക്കുന്നത്. അമ്മയുടെ കാശുരൂപം കൊണ്ടുവരണേ, ഉപ്പ് കൊണ്ടുവരണേ, തേൻ കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ട് പൊതിച്ചോറ് നൽകുമായിരുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. പണ്ടൊക്കെ എനിക്ക് ഈ മുറിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര എന്തുപോലെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതില്ല. ഞാനതെല്ലാം തൈലം തൊട്ട് പ്രാർത്ഥിക്കും. ഇവിടെ ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോഴത്തേനും പത്രം ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിക്കുമായിരിക്കും. എങ്കിലും ഞാൻ പോകുന്ന വഴിക്ക് കഴിഞ്ഞ വട്ടവും ഞാൻ പോയപ്പോൾ സ്റ്റാൻഡിൽ പത്രം ഇരിക്കുന്ന കണ്ടു. ഞാനത് എടുത്തു, അർഹരായവരുടെ കൈ കൊടുത്തു. അതുകൊണ്ട് പത്രം കൊടുക്കാൻ ആരും മടിക്കണ്ട. അതുപോലെ തന്നെ എനിക്കൊരു ബുക്കുണ്ട്, അതിൽ ഞാൻ എന്നും വചനം എഴുതി വെക്കും. എല്ലാവരും എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കര ഹറിബറി ആയിരിക്കും പഠിക്കാനായിട്ട്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എക്സാമിന് പോകുന്നതിന് മുന്നേ 100 വചനം ഞാൻ തീർത്തിട്ടേ പോകത്തുള്ളെന്ന്. എല്ലാവരും പഠിക്കുന്ന സമയത്ത് ഞാൻ 100 വചനം എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആത്മീയമായിട്ട് വളർന്ന് എന്നും ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ തുറക്കുമ്പോഴെല്ലാം എന്നോട് സംസാരിക്കുന്ന പോലാണ് എനിക്ക് വചനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് വാക്കുകൾക്കപ്പുറം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളൊരു സാക്ഷ്യമാണെന്ന് പ്രാർത്ഥനയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. കാരണം അത്രത്തോളം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും വ്യക്തവുമാണ്. കാരണം നമ്മളിങ്ങനെ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിച്ച് ആരോടും ഇപ്പോൾ മകൾ 2-3 സാഹചര്യങ്ങളിൽ മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ജൂൺ 21 കാര്യവും അല്ലാതെ വേറൊരു സമയവും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് ആരും നമുക്ക് കൂടെ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന വലിയൊരു സാഹചര്യത്തിൽ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ടൊക്കെ സാധിക്കുക, അല്ലെങ്കിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അതിന് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം നൽകുന്നത് അത് വലിയൊരു ദൈവാനുഭവമാണ്. ഒരു പക്ഷേ ആശയങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. രണ്ടാമത്തത് അപ്പോൾ തുറക്കുന്ന വചനവും നിങ്ങൾ ഇപ്പോൾ മകൾ വന്നു സങ്കീർത്തനം 89:14 അതും ഉടമ്പടിയെക്കുറിച്ച് ക്ലിയറായിട്ട് ടു ദ പോയിൻ്റ് സംസാരിക്കുന്ന വചനമാണ്. കർത്താവ് ഉടമ്പടി ഓർക്കും, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ഉടമ്പടി എന്ന വാക്ക് നമുക്കറിയാമല്ലോ. ഉടമ്പടിയിൽ നടക്കുന്ന അനുഭവങ്ങളൊക്കെയും എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മളത് ഉടമ്പടി സാക്ഷ്യമായിട്ട് പരിഗണിക്കത്തില്ല. കാരണം ഒരു വ്യക്തി അത് ഏത് മതവും ഏത് പ്രായത്തിലുള്ള ആണെങ്കിലും ഉടമ്പടി കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ നൽകും. അതായത് നിൻ്റെ ഈ ഉടമ്പടി യാത്രയാണ് ഞാൻ ആശീർവദിക്കുന്നത്. അതുകൊണ്ട് ഈ മകൾക്ക് അതിന് വ്യക്തമായിട്ട് കുറേയേറെ അനുഭവങ്ങളിലോ 2-3 അനുഭവങ്ങൾ അമ്മകൾ പറയുന്നുണ്ട്. അതിനും അപ്പുറമാണ് ആ ലഭിച്ചൊരു അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പോഴും പറയുന്നത് കൺക്ലൂഡ് ചെയ്യുന്നത് എനിക്കും ഭാഷയുടെ കാഠിന്യം എന്താണെന്ന് അത് നമുക്കറിയാം, പക്ഷേ മാതാവ് കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പിന് കാരണം ഇതിനു മുമ്പ് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഉറപ്പുണ്ട്. ഇപ്പോൾ കർത്താവ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് ഒരിക്കലും ഒരു മേൽപ്പൊടിക്ക് പറയുന്നതല്ലല്ലോ. പരിശുദ്ധ അമ്മയെ ലോകത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ യുഗാന്ത്യം വരെയും അതിനുശേഷവും അമ്മയെ ലോകത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാതാവിനെ നൽകിയിട്ടുണ്ട്. അതിനെ പ്രകടമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഉടമ്പടിയിൽ സാധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ദൈവസാന്നിധ്യം വരാനായിട്ട് സ്വയമേ ഒന്ന് ഒരുങ്ങും. ഇപ്പോൾ ഈ മകൾ ആദ്യം ഇങ്ങോട്ട് വരാൻ കാരണമായത് ഉടമ്പടിയിലെ ഭാഗമായിട്ട് കൃപാസനം പത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു വില നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും അങ്ങനെ ആരംഭിക്കുന്ന ഒരു വിശ്വാസയാത്ര പിന്നീട് ഈ പത്രത്തിലെ തന്നെ വലിയൊരു സാക്ഷ്യമാകാൻ വേണ്ടി അവരുടെ സാക്ഷ്യം ഉയരുന്ന ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഒരു ദൈവസാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ കരമാണെന്നൊക്കെ ഇങ്ങനെ ഒരു ഭംഗിവാക്കല്ല പറയുന്നതെന്ന് ഇവിടെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. അമ്മ മാതാവ് അത്രത്തോളം സുലഭമായിട്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് നമുക്കിവിടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും പറയുന്നത്. നിങ്ങൾക്കറിയാം, യുക്തിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ ഇങ്ങനെ വിസ്ഫോടനത്തിൻ്റെ ഈ ലോകത്ത് നടുക്ക് നിൽക്കുമ്പം ദൈവത്തിനെക്കുറിച്ച് പറയണമെങ്കിൽ അവർ കേട്ടത് വെച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ ഈശോയും മാതാവിനെക്കുറിച്ച്
സംസാരിക്കണമെങ്കിൽ വ്യക്തമായിട്ട് ഇവർക്ക് വാക്കുകൾക്കപ്പുറം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉടമ്പടി സഹായിക്കും. ഒരല്പം പ്രാർത്ഥനയും ഒരുക്കവും ഉടമ്പടിയോടും പ്രാർത്ഥനയോടും അല്പം തുറവയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിന് വലിയ അനുഭവമാക്കി ആൾത്താരിൽ കയറ്റി നിർത്തും എന്നീ മകളുടെ സാക്ഷ്യം ഒരു സഹായമാണ്. ഏറെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ലഭിച്ച വിജയത്തിനും അതിനേക്കാളും അപ്പുറം ലഭിച്ച ഈ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്നുള്ള വലിയ അവബോധത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ബിജി വർഗീസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് 28/9/2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് കല്യാണശേഷമാണ്. കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഹസ്ബൻഡ് അമ്മയൊക്കെ പറഞ്ഞാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ല. മാതാവിൽ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷേ കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് അത്ര ഒരു വിശ്വാസം വരുന്നില്ല. അപ്പോൾ കല്യാണം കൊറോണ ടൈമിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു. അന്ന് മാതാവിനെ കണ്ടു, പ്രാർത്ഥിച്ചു പോയി. അത്ര കൃപാസന മാതാവിലോട്ട് അത്ര വലിയൊരു വിശ്വാസത്തിൽ വന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുനലൂരും പിന്നീട് എനിക്ക് ആലപ്പുഴയിലും ഉണ്ട്. അപ്പം ഒരു ദിവസം ഇങ്ങനെ, അതായത് സെപ്റ്റംബർ 10 തീയതിയൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ അമ്മയുടെ ബ്രസ്റ്റിൻ്റെ വലത്ത് ഭാഗത്തൊരു സ്വെല്ലിങ് പോലെ വന്നു. അപ്പം അത് എൻ്റെ പപ്പ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അവരെന്ന് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയി എടുക്കുന്ന ഒരു വ്യക്തികളല്ലായിരുന്നു. അവർക്കപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു കേട്ടപ്പോൾ തന്നെ ഒത്തിരി ഡെസ്പായിപ്പോയി. പപ്പ ഭയങ്കര കരച്ചിലും, പപ്പായും ആങ്ങളെയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ആകെ വല്ലാതായിപ്പോയി. അപ്പം ഞാൻ ആലപ്പുഴയിലായിരുന്നു, കോളേജിലിരിക്കലാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് അതിൽ ചില അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേന് എനിക്ക് എന്ത് പറയുന്നത്, അങ്ങ് വല്ലാതായിപ്പോയി. പെട്ടെന്ന് ഞാൻ കോളേജിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 6:45 വീട്ടിലെത്തുമ്പം. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒന്നും ഞാൻ നോക്കിയില്ല. എന്താണെങ്കിലും ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന തീരുമാനത്തിൽ തന്നെ ഞാൻ അവിടുത്തെ കുട്ടികളോട് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നതിനെക്കുറിച്ചുള്ള ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഒരു 3:30 ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇവിടെ എത്തി. മാതാവിൻ്റെ അടുത്ത് എൻ്റെ സകല സങ്കടങ്ങൾ ഞാൻ വന്ന് പറഞ്ഞു പോയി. അന്നേരം അവിടുത്തെ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു. അഞ്ജന ആനന്ദ് എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്തു. അപ്പം പറഞ്ഞു ഇനി ഒരു സ്കാനിങ്ങോട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി, മാതാവേ ഒരു കുഴപ്പം ഉണ്ടാക്കരുതേ, എൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പം ഉണ്ടാക്കരുതേ. കാരണം വീട്ടിൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പം വീണ്ടും സ്കാൻ്റെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല എന്നൊരിത് വന്നു. തീർച്ചയായിട്ടും മാതാവിൻ്റെ അത്ഭുതവും അല്ലാതെ വേറെ ഒന്നും അതിന് പറയാനില്ല. പിന്നെ ആ സമയത്ത് തന്നെ അന്നേരം അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടർ സത്യം പറഞ്ഞ ഈശോയായിട്ട് തന്നെയാണ് ആ ഒരു ഡോക്ടർ, അഞ്ജന ആനന്ദ് എന്ന് പറഞ്ഞ ഡോക്ടർ, മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ. മാതാവിൻ്റെ ഒരു യേശുഭജനായിട്ട് കൂടെ വന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടത്തി. അന്നേരം ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോഴും അമ്മയും ആങ്ങളെയും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും എനിക്ക് എപ്പോഴും പോയി അവരെ സഹായിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. എന്നിരുന്നാലും എനിക്കറിയില്ല എങ്ങനെയാണ് അവരെ വഴി നടത്തിയെന്ന്. അവർക്ക് വേണ്ട ധൈര്യവും എല്ലാം എൻ്റെ മാതാവ് നൽകി. അങ്ങനെ സക്സസ് ആയിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം അമ്മ സൗഖ്യമായി. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ, അത് ഓഗസ്റ്റ് മാസത്തിലാണ്, ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ഒന്ന് ബ്രേക്കായിരുന്നു. അപ്പം ബ്രേക്കായി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കുറച്ച് നാളിങ്ങനെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേദന കൂടി കഴിഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച്, അമൃതയെ കൊണ്ട് കാണിച്ച് പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അമ്മയുടെ ഓപ്പറേഷനുണ്ട്, ഹസ്ബൻഡിൻ്റെ ഇതുണ്ട്, എല്ലാം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ആകെ സമർപ്പിച്ചത് മാതാവിൽ മാത്രമാണ്. പിന്നെ ഞാനതനുസരിച്ച് ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും വരുത്തരുതേ, സക്സസ് ആയിട്ട് തന്നെ ആ ഓപ്പറേഷൻ നടത്തി തരണേ, അതുപോലെ തന്നെ പഴയ പോലെ ബൈക്ക് ഓടിക്കാനുള്ള കൃപ നൽകണേന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുകയും, അതുപോലെ തന്നെ അതിന് ഒരു ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. വളരെ പെട്ടെന്ന് ഏകദേശം ഡിസംബർ ആയപ്പോൾ തന്നെ ഹസ്ബൻഡ് സാധാരണ പോലെ ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനും എല്ലാത്തിനും കാലെല്ലാം നല്ല ഇതായി. അത് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു.
പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു നിയോഗം വെച്ചിരുന്നു. അത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയ അന്ന് വൈകിട്ട് തന്നെ നല്ലൊരു ആലോചന വരികയും അത് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ പറയുന്നത് പിന്നെ എൻ്റെ മോൻ്റെ ഒരു നിയോഗമായിരുന്നു. അതായത് അവന് ഇപ്പം പ്രാർത്ഥിക്കാൻ നേരത്തെ ഓടിച്ചാടി നടക്കും. 3 വയസ്സേ ഉള്ളൂ, എന്നിരുന്നാലും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരധികം വിഷമമായിരുന്നു. കാരണം അന്നേരം അതനുസരിച്ച് ഞാൻ മോനെ ഇന്ന് വൈകിട്ട് വിളിച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിപ്പിച്ച് കിടക്കാനൊക്കെ തുടങ്ങി. അതിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമ്മയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അവൻ ഇന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ട്. അതായത് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ദൈവമേ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയും, എന്തിനാ അങ്ങനെ ടെൻഷൻ എടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാനസികമായിട്ട് വളരെയധികം അങ്ങ് ഇതായി പോകുന്നൊരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഞാനങ്ങ് വല്ലാതായി പോവാണ്. കാരണം എനിക്ക് എന്നെ തന്നെ ഇതാവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് വന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നു തരണേ, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തോ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ അതനുസരിച്ച് അന്ന് വൈകിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ്. അതായത് ഞാൻ ഒരു കമ്പിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ അപ്പുറത്ത് വേറൊരു സ്ത്രീയുണ്ട്. അപ്പം ദാണ്ടെ ഒരു പിങ്ക് കളറിലൊരു തലയണ പോലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആകാശത്തോട് പറന്ന് വരികയാണ്. ഇത്ര ഉയരത്തിലങ്ങാണ്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറന്ന് വരുവാണ്. അപ്പോൾ പിങ്ക് കളർ, നല്ല കളർ എല്ലാം എൻ്റെ കയ്യിലോട്ട് തന്നെയാണ് വരുന്നത്. ഞാനതെല്ലാം ഇങ്ങനെ പിടിച്ചു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ദാണ്ട് ഒരു വെള്ള കളറിലെ ഒരു അതിൽ കുറച്ച് കറുപ്പ് കൊണ്ട് ഏതാണ്ട് എഴുതിയേക്കുന്ന ഒരു ബലൂണാണ്. നോക്കിയപ്പം ഭംഗിക്കുറവെന്ന് പറയുന്നത് അത് മാത്രമല്ല. അപ്പോൾ എന്നോട് അപ്പുറത്തിരുന്ന സ്ത്രീ ചോദിച്ചു, ഒന്ന് എനിക്ക് തരാമോ? ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ അത് കൊള്ളാത്തല്ലേ, മീൻസ് വലിയൊരു അട്രാക്ഷൻ തോന്നിയില്ല, എന്നാൽ അത് കൊടുത്തേക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു തലയണയിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു തലയണ എന്ന് പറയുന്നത് വചനങ്ങൾ എഴുതിയ തലയണയാണെന്ന് എനിക്ക് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞ് ആ സ്ത്രീയുടെ ഞാൻ കൊടുത്തു. പിന്നെ പെട്ടെന്ന് ഞാനതങ്ങ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു പകരം ഞാൻ ഈ പിങ്ക് കളറിലെ ആ ഒരു ഇത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പം ഞാൻ പുനലൂർ പോകുന്ന കളിക്കാവള എന്ന് പറഞ്ഞൊരു ബസ്സിനാണ് സാധാരണ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നോക്കിയപ്പോൾ ആ ബസ് പോകുന്നു. അപ്പം ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് ബസ്സിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേന് നോക്കിയപ്പോൾ എന്നെക്കാട്ടി സ്പീഡിൽ ബസ് പോകുന്നു. നോക്കിയപ്പം നമ്മുടെ ജോസഫ് അച്ഛനും ഇവിടെ നേരത്തെ നിന്നിരുന്ന സിസ്റ്ററൂടെ ദാണ്ട് പുറകെ ഓടുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി ബസ് അവിടെ നിർത്തും, എനിക്ക് കോളേജിൽ പോകാൻ പറ്റും. അപ്പം അന്നേരം ഈ അച്ഛനെ ഓടുന്നുണ്ട്. അപ്പം എനിക്ക് ഉറപ്പായി ബസ് നിർത്തുമെന്ന്. പക്ഷേ ഒരു വളവ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഇങ്ങനെ വീഴാൻ പോകുന്നല്ലോ വരുന്നു. അപ്പം ഞാൻ എന്നാൽ കൈ കൊടുക്കാം എഴുന്നേൽപ്പിക്കാമെന്ന് വെച്ചപ്പം എൻ്റെ മനസ്സിലോട്ടൊന്ന് അച്ഛൻ എങ്ങനെ ഏതോ ഒരു പയ്യൻ ഇങ്ങനെ വഴക്ക് പറയുന്നതായിട്ടുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് കൈ അങ്ങ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കൈ ഇങ്ങനെ പൊക്കി. അപ്പം ഞാൻ ഇങ്ങനെ പിടിക്കാൻ വന്നപ്പോഴത്തേന് അച്ഛനാണെങ്കിൽ അങ്ങ് തന്നെ അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ അച്ഛൻ ചിരിച്ച് കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അച്ഛനോട് എൻ്റെ വിഷമം പറയാമല്ലോ എന്ന രീതിയിൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറയാം, അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്രയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. എനിക്ക് പിന്നെ ആ ഒരു സ്വപ്നത്തിൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്ന് ഞാനാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യാം, വചനം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് വചനപ്പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, എബ്രായർ 3:19. അന്ന് ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര ഒരു ധൈര്യം കിട്ടി. അതിനുശേഷം എനിക്ക് ഒത്തിരി ടെൻഷനിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു നിമിഷം ആ ഒരു സ്വപ്നത്തിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്ന് രാത്രിയിൽ ഓരോ വചനങ്ങൾ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 5 വചനങ്ങൾ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 വയസ്സ് ആയതേ ഉള്ളൂ. അപ്പോൾ അത്രയും ആ ഒരു ഇത് അവന് ഗ്രഹിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. ഓരോ വൈകിട്ടെന്നും ഈ വചനങ്ങളും പറഞ്ഞ് സ്വർഗ്ഗസ്ഥനായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമ്മയും ഒക്കെ പറഞ്ഞിട്ടാണ് അവനെ കിടത്തുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സത്യമായിട്ട് ഒത്തിരി അനുഗ്രഹമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. ഒത്തിരി വിടുതൽ, എനിക്ക് ആ ഒരു ടെൻഷൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഒത്തിരി റിലീഫായി. അങ്ങനെ ഒത്തിരി ചെറിയ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും 1000 ഞാൻ നന്ദി പറയുകയാണ്. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രങ്ങൾ കിട്ടുന്നത് നമ്മുടെ കൃപാസന പത്രം ഞാനാണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓർഫനേജിൽ ഫുഡിനുള്ള സഹായം, അങ്ങനെയുള്ള എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്തവരുമാണ്. അവർ ബന്ധുമിത്രാദികളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അൾത്താരയിൽ ഒരുപാട് കുടുംബങ്ങളിൽ മക്കളും അമ്മയും ഒക്കെ ഉടമ്പടി എടുത്തവരും, ഒരു കുടുംബത്തിലെ എല്ലാ മക്കളും ഉടമ്പടി എടുത്തവരും, അങ്ങനെ
ഉടമ്പടി ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വിശുദ്ധിയുടെ പാത വെട്ടി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എടുത്ത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെയും വ്യക്തമായിട്ട് ഇപ്പോൾ ഈ അൾത്താരയിൽ പറയുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും ഈ അൾത്താരയോ മാതാവിനെയോ അല്ലെങ്കിൽ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെയുമൊക്കെ അവരുടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും സ്വപ്നത്തിലുമൊക്കെ ദർശിക്കുക എന്ന് പറയുന്നത്, നമ്മളതിനെ ഒരു സാധാ ഒരു സ്വപ്നം എന്ന രീതിയിലല്ല ഉടമ്പടിയുടെ സാക്ഷ്യത്തിൽ വായിക്കുന്നത്. അത് ഉടമ്പടിയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ്. അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ അമ്മ മാതാവിൻ്റെയും ഉടമ്പടിയുടെയും വലിയൊരു ദൈവ സാന്നിധ്യമായിട്ട് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പം ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടവന്നു എന്നുള്ളതും, വിശ്വാസ ജീവിതത്തിൽ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാനുള്ള പരിശ്രമം ഉണ്ടായി എന്നുള്ളതും സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ്. ഇവർ രണ്ടുപേരുടെയും ഉടമ്പടി ജീവിതത്തിനെ പ്രതിയും അവർ പറഞ്ഞ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജിൻസി റോജൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 7-ാം തീയതിയാണ്. ഉടമ്പടി എടുത്തിട്ട് 6 മാസം ആകുന്നതേ ഉള്ളൂ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മാനസികമായിട്ട് ഒരുപാട് തകർന്നാണ് ഞാനിവിടെ വന്നത്. എനിക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്രത്തോളം വിഷമം അനുഭവിച്ചാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അനിയത്തിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അനിയത്തിയുടെ കല്യാണം 2 മാസത്തിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. 2-3 വർഷമായിട്ട് അവൾക്ക് പറ്റുന്ന ഒരു പയ്യനെ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. പല സാഹചര്യങ്ങൾ കൊണ്ട് അനുകൂലമായിട്ട് വന്നില്ല. അപ്പോൾ 2 മാസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചേർന്ന നല്ലൊരു പയ്യനെ കിട്ടി. 2 പേരും വിദേശത്ത് സുഖമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, എടി മോളെ നീ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ മടി വിചാരിച്ചു. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ വരണം. എനിക്ക് 3 കൊച്ചു കുട്ടികളാണ്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പം വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത്രയും നാൾ എല്ലാവരും നോക്കിയിട്ടും നടക്കാത്ത എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഞാനൊരു ത്യാഗം ചെയ്യാം, ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നു. 2024 മാർച്ച് 7-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞനുസരിച്ച് 6 നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ചു. അതിൽ 5 നിയോഗങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. 6ാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അത് ഒരു കാലത്തും നടക്കത്തില്ല. കാരണം അത് ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നു. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, അത്രത്തോളം കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആൾ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ 3-4 വർഷമായിട്ട് നമ്മളുടെ അടുത്ത് മിണ്ടുന്നില്ല, കോൾ എടുക്കുന്നില്ല, ഞങ്ങളുടെ ഒരു കാര്യങ്ങളും കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. എത്രത്തോളം നമ്മളെ മാറ്റി നിർത്താവോ, അവഗണിക്കാവോ, കുത്തുവാക്ക് കേൾക്കാവോ, ഇതൊക്കെ ചെയ്ത് നമ്മളെ മാറ്റി നിർത്തുന്നു. പലതവണ ഞാനും ഹസ്ബൻഡും അവരുടെ അടുത്ത് അനുരഞ്ജനത്തിന് ചെന്നു. പക്ഷേ നമ്മളുടെ പേര് പോലും കേൾക്കുന്നവർക്ക് അത്രത്തോളം ദേഷ്യമായി. ഞങ്ങൾ ഒത്തിരി തവണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചെന്നു. പക്ഷേ ഞങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലൊരു ഭയങ്കര വിഷമമായിട്ട് കിടക്കുമായിരുന്നു. ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ മാറിപ്പോകുന്നല്ലോ, ഈ ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 6ാമത്തെ നിയോഗം ഈ ഒരു റിലേഷൻ ഒന്ന് ശരിയായി പോകണമെന്ന് വെച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഒരുപാട് ജപമാലകൾ ചൊല്ലുകയും ഒത്തിരി പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് ഈ ഒരു കാര്യം ശരിയാകാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. 5 കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കും, ഈ 6ാമത്തെ കാര്യം നടക്കില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ 6ാമത്തെ നിയോഗം ഇതാണ് വെച്ചിരിക്കുന്നത്. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 5 നിയോഗങ്ങൾ നടക്കും, 6ാമത്തെ നിയോഗം നടന്നാൽ കാക്ക മലന്ന് പറക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിക്കവാറും ഈ നിയോഗം നടക്കുന്നതിലും നമ്മൾ മരിച്ചാൽ പോലും ഈ നിയോഗം നടക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ എന്തായാലും വേണ്ടില്ല, നിയോഗം വെച്ചല്ലോ. അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അന്ന് രാത്രി തൊട്ട് ഞാൻ ചെന്ന് രാത്രി തൊട്ട് ഞാൻ ഈ ഇതിൻ്റെ പ്രാർത്ഥനകൾ ചെല്ലാൻ തുടങ്ങി. നിയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയാം, എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്കതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. കൃത്യം 10ാമത്തെ ദിവസം ഈ ചേച്ചി ഞങ്ങളെ തിരിച്ചു വിളിച്ചു. അതായത് എൻ്റെ ഫോണിൽ ഉച്ച കഴിഞ്ഞൊരു 3:30 ഞാൻ കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ പോകുന്ന സമയത്ത് ഫോണിൽ മെസ്സേജ് വരുന്നു, ഹലോ ഹൗ ആർ യു. 3-4 വർഷം കഴിഞ്ഞിട്ട് ഫോണിൽ വരുന്ന ഒരു മെസ്സേജ്. ആക്ച്വലി ഞങ്ങളുടെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. ചേട്ടനെ ഞെട്ടിപ്പോയി.
ഇവർ മെസ്സേജ് അയച്ചു. ഉടനെ ഈ മെസ്സേജ് കണ്ടപ്പോഴേ ഞാൻ തിരിച്ചു വിളിച്ചു. അവർ കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്, നിങ്ങളെല്ലാവരും കാണില്ലേ, ഹസ്ബൻഡിനോട് വരാൻ പറയണം, ഹസ്ബൻഡ് വിദേശത്താണ്, ഹസ്ബൻഡിനോട് വരാൻ പറയണം, നമുക്കെല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു 6ാമത്തെ കാര്യം 1ാമത് എനിക്ക് നടന്നു കിട്ടി. അപ്പോൾ എനിക്കതൊരു ഭയങ്കരമായ എനിക്കിത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രത്തോളം എനിക്ക് ഷോക്കിംഗ് ആയിപ്പോയി. അവർ വീട്ടിൽ വന്നു, കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു, 3-4 ദിവസം വീട്ടിൽ നിന്നു, എല്ലാവരും ഒന്നിച്ച് വെളിയിലൊക്കെ പോയി. ആ പണ്ടുണ്ടായിരുന്നതിൽ നന്നായിട്ട് ആ റിലേഷൻ, അത് ഈ ലോകത്ത് എത്രയോ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും ഇടപെട്ടിട്ടും ശരിയാവാതിരുന്ന ഒരു റിലേഷൻ 10 ദിവസം കൊണ്ട് എനിക്കത് ശരിയായി കിട്ടി. അതേപോലെ 2ാമതായിട്ട് ഞാൻ വെച്ചിരുന്ന കാര്യം, എൻ്റെ മോന് ജന്മന അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു, അട്ടോപിക് ഡെർമറ്റൈറ്റിസ് ആയിരുന്നു. അപ്പോൾ അവന് ഈ പ്രതിരോധശേഷി തീരെ കുറവാണ്. ആ നാട്ടിൽ ആർക്കെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ മോന് വരും. മോന് വന്നാൽ അത് 105-106 ഡിഗ്രി പനിയാകും. അപ്പോൾ മിക്കവാറും മാസങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. അപ്പം എൻ്റെ ഒരു കണ്ണുനീരിൻ്റെ വിഷയമായിരുന്നു എൻ്റെ 2ാമത്തെ മകൻ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകണമെന്ന് ഞാനിവിടെ വന്ന് ഒരുപാട് തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഹസ്ബൻഡ് വിടില്ല, അപ്പം ഞാനാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ എനിക്ക് 3 പേരും മാറി മാറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഫിസിക്കലി ഞാനും വീക്കാകാൻ തുടങ്ങി, എന്നെക്കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചിന് ഇച്ചിരി രോഗപ്രതിരോധ ശേഷി തരണേ, അവന് അസുഖങ്ങളൊന്നും ഒന്ന് കുറയണേ മാതാവെന്ന് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു 20-25 തവണ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഈ ഒരു വർഷം ഇതുവരെ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. അത് ഞാൻ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും ഇവന് അത് സിവിയറായിട്ട് വരും, ഇവൻ അഡ്മിറ്റ് ആവുകയും ചെയ്യും. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ എനിക്ക് 2 പെൺമക്കളും ഒരു മോനുമാണുള്ളത്. പെൺമക്കൾക്ക് 2 പേർക്കും പനി വന്നു, വായ്ക്കകം മുഴുവൻ വ്രണം വന്നു പൊട്ടി, ഒരു 10-20 കുരുക്കൾ വായ്ക്കകത്ത് വന്നു. ഇളയ കുഞ്ഞിന് 3 വയസ്സ് അടുപ്പിച്ചോളൂ. അപ്പോൾ ഇവർ ഒരു 7-8 ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഇരുന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ പെൺപിള്ളേർക്ക് 2 പേർക്കും പനിയായിട്ടുണ്ട്, മോന് വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് എനിക്കറിയത്തില്ല, 7 ദിവസമായിട്ടും പനി കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റാക്കാൻ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം സഹായിച്ച്, എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചെന്നറിയത്തില്ല, ആദ്യമായിട്ടുള്ള സംഭവമാണ്. മോന് മാത്രം ആ പനി വീട്ടിൽ വന്നില്ല, അതെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഇളയ ആളിന് പനി വന്ന് വല്ലാതെ കൂടി. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നൈറ്റൊക്കെ ആണെങ്കിലും ഒരാളെ ഹെൽപ്പിന് വിളിച്ച് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മോൾക്കൊരു 104 ഡിഗ്രി പനിയായപ്പോൾ 102 ഡിഗ്രി പനിയായപ്പോൾ ഞാൻ രാത്രി ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ കൊച്ചിന് പനി കൂടുതലാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ശരി മെഫ്താൾ പി കൊടുക്കാൻ പറഞ്ഞു. പനി വരുമ്പോൾ ഏറ്റവും ഡോസ് കൂടിയ മരുന്നാണ് മെഫ്താൾ പി, അതൊരു ഡോസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ച് രാത്രി 9:30 ആയപ്പം കൊടുത്തു. എന്നിട്ട് സ്പോഞ്ച് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിനെ തുടയ്ക്കാൻ തുടങ്ങി. ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് തുടച്ചിട്ടും കൊച്ചിൻ്റെ പനി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഞാനിങ്ങനെ ഇരുന്ന് ടെൻഷനായി കരയാൻ തുടങ്ങി. എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരും എനിക്ക് വല്ലാതെ ടെൻഷനാവും. അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരുന്നു. 12:30 സമയമായി, 3 മണിക്കൂറായിട്ടും കൊച്ചിന് പനി കുറയുന്നേ ഇല്ല. ഇനി എനിക്ക് കൊടുക്കാൻ ഒരു മരുന്നുകളും ഇല്ല. സപ്പോസിറ്ററി വെച്ചിരിക്കുന്നു, 2 ഡോസ് മരുന്ന് കൊടുത്തു, കാൽപ്പൊളി കൊടുത്തു, എല്ലാം കൊടുത്തു, പനി കുറയുന്നില്ല. പനി 104 ക്രോസ് ചെയ്ത പനി പോവാണ്. അപ്പോൾ ആക്ച്വലി എനിക്കെല്ലാം കംപ്ലീറ്റ്ലി ലോസ്റ്റായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, ആരെ വിളിക്കണമെന്നറിയത്തില്ല. എൻ്റെ ദേഹത്ത് ഞാൻ എപ്പോഴും കൃപാസന മാതാവിൻ്റെ മെഡൽ ധരിക്കുന്നുണ്ടായിരുന്നു. അതൂരി കൊച്ചിനെ ഇങ്ങനെ സ്പോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഡയപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡയപ്പറയിലോട്ട് അത് കുത്തി വെച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. എൻ്റെ മാതാവ് എന്നെ ഇനി ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് വയ്യ. 12:30 രാത്രിക്ക് എനിക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ വയ്യ, ഞാൻ വല്ലാതെ വീക്കാണ്. കാരണം 2 പേർ കൂടെ പനി വന്ന് 14 ദിവസത്തോളം ഞാൻ ഉറക്കളച്ചിരിക്കുകയാണ്. എനിക്കിനി ഓരോരുത്തോട്ടും പോകാൻ വയ്യ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനും കൂടെ മരിച്ചു പോകും. ഇങ്ങനെ കരഞ്ഞ് ഒരു 10 മിനിറ്റ് ഞാൻ ഇത് തന്നെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞു. വേറൊന്നും ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, മാതാവിനോട് ഇത് തന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞപ്പം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, കൊച്ചിൻ്റെ പനി താന്ന് 100 പതുക്കെ അത് 99 ഞാൻ മാതാവിൻ്റെ രൂപം എടുത്ത് മോളുടെ സൈഡിൽ വെച്ചു. പിന്നെ അതേപോലെ തന്നെ മോൻ്റെ ഈ മുറിവുകളിൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ എണ്ണ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ചയായിട്ട് കിട്ടിയ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ ദേഹം മുഴുവൻ ഉണ്ടായിരുന്ന ആ മുറിവുകൾ ഇപ്പോൾ കാലിലൊരു ചെറിയൊരു പൊട്ട് പോലെയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കരിഞ്ഞത് എല്ലാം നല്ല റെഡിയായിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് MCA ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത് MSc ആണ്.
കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് നല്ല കരിയർ വേണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കൊച്ചുങ്ങൾ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ജോലിയെല്ലാം പല സ്ഥലത്ത് പല ജോലി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് മെൻ്റലി എനിക്കതൊരു ബുദ്ധിമുട്ടായി. ഞാൻ വിചാരിച്ചു, മാതാവേ എൻ്റെ ഭാവി ഇങ്ങനെയായി, ഇത്രയും ഏജ് ആവാറായി, ഇനി എനിക്കൊന്നുമില്ല. അപ്പോൾ അത് എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം കിടക്കുന്നത് കൊണ്ട് അത് പതുക്കെ വെളിയിലോട്ട് വരാൻ തുടങ്ങി. എനിക്ക് എല്ലാം ആകെ ദേഷ്യമായി, ആകെ ഡിപ്രസ്ഡായി. അപ്പോൾ ഞാനിത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നെടി, ഞാൻ മാത്രമൊന്നും ആയില്ലല്ലോ, എനിക്ക് മാത്രമൊന്നും ആയില്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ ഞാനത് പറയുമായിരുന്നു. ചില സമയത്ത് ഹസ്ബൻഡിനോടും പറയുമായിരുന്നു. പക്ഷേ അതൊന്നും ഒരു പരിധി കൂടുതൽ എനിക്ക് ആശ്വാസം തന്നില്ല. ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് കരയാൻ തുടങ്ങി. മാതാവ്, എനിക്ക് ആരിൽ നിന്ന് കിട്ടുന്ന സഹായവും എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഞാൻ ഇവിടെയേ എത്തുന്നുള്ളൂ, എന്നെക്കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒരു നല്ല ജോലി വേണം, ഒരു നല്ല സാലറി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഞാൻ ഇവിടം കൊണ്ട് തീരുവാണ്, ഇതെൻ്റെ ഭാവി ഇവിടം കൊണ്ട് തീർന്നു, ഇനി ആ മക്കളെയൊക്കെ വളർത്തി വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിരിക്കും. അങ്ങനെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ ഹസ്ബൻഡിനോടും പറയായിരുന്നു, ചേട്ടന് ജോലിയൊക്കെ ഉണ്ടല്ലോ, ഞാനിവിടം കൊണ്ട് തീരുവാണ്. പക്ഷേ മാതാവ് അതിനനുവദിച്ചില്ല. എൻ്റെ അനിയൻ വഴിയായിട്ട് എനിക്ക് വിദേശത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ കിട്ടുന്നതും വളരെ സംഭവബഹുലമായിരുന്നു. ഞാൻ സാന്താ മോണിക്കയാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവർ എനിക്ക് തന്നിരുന്ന സബ്ജക്റ്റ് ഡാറ്റ അനാലിസിസ് ആയിരുന്നു. അത് ടു ഡിഫിക്കൽട്ടായൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി വേറെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത്, ഇല്ല, കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് വിട്ടിട്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഏജ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അനിയൻ വിദേശത്തുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവിടെ ഉള്ള ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ശരിയായി. ഇത് അഡ്മിഷൻ ശരിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. കാരണം ഞാൻ വീട്ടിൽ ചോറും കറിയും വെച്ച് പിള്ളേരെ സ്കൂളിൽ വീട്ടിലിരിക്കുന്നത് ഞാൻ. അപ്പോൾ എൻ്റെ ഭാവി ഏതായാലും ഇവിടം കൊണ്ട് തീർന്നല്ലോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പിന്നെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, ഒരു പേപ്പർ വർക്കോ ഒന്നുമോ. എൻ്റെ അനിയൻ ചോദിച്ചിരുന്ന പേപ്പറുകൾ ഞാൻ അവന് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 40 ലക്ഷം രൂപയോളം എനിക്ക് പഠിക്കാൻ പോകാനായിട്ട് വേണം. ഈ 40 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ പോലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ സേവിങ്സ് ആയിട്ട് മിച്ചമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു 50,000 രൂപ ചോദിച്ചപ്പോൾ എനിക്ക് 9 ലക്ഷം രൂപ വരെ തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിനൊരു പലിശയോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട സമയം ഒന്നും വെച്ചിട്ടില്ല. എനിക്കറിയത്തില്ല, 1 രൂപ പോലും കടവില്ലാതെ ഇത് മുഴുവൻ സെറ്റായി ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനായി. അപ്പോൾ ഈ ഓഗസ്റ്റ് 29-ാം തീയതി കയറിപ്പോകാനായിട്ട് മാതാവിനെ അനുഗ്രഹിക്കുന്നു. ഒരു സമയത്തെ സ്വപ്നത്തിൽ പോലും എൻ്റെ ജീവിതം ഇങ്ങനെ ട്വിസ്റ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടെ എല്ലാവരോടും എനിക്കിതേ പറയുള്ളൂ. ഞാനിവിടെ ഈ പള്ളിയുടെ പുറകിൽ വന്നിരുന്ന് എൻ്റെ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ്. നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പുറകെ നടക്കുന്ന മാതാവുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ക്യാൻസർ കെയർ ഉണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. എനിക്കൊരു ചെറിയ ഈഗോ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു നാണക്കേട് ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടു, നമുക്കറിയാത്ത അക്രൈസ്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പത്രം കൊടുക്കണമെന്ന്. ഞാൻ രണ്ടും കൽപ്പിച്ച് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ ഈ പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അതിനകത്ത് തമിഴരായിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഞാൻ കൂടുതലും പത്രം കൊടുത്തിരിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ്. പിന്നെ സഹായം ആവശ്യമുണ്ടെന്ന് കാണുന്ന എല്ലാവർക്കും കൈ അയച്ച് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ എൻ്റെ ഇത് പോകാനായിട്ടുള്ള ബയോമെട്രിക് എടുക്കാനായിട്ട് എനിക്ക് ബാംഗ്ലൂർ പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാനായിട്ട് ഫ്ലൈറ്റിന് പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഞാൻ വല്ലാതെ നെർവസായി, ബിക്കോസ് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അന്ന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഹൈറ്റ് പേടിയാണ്, ആകാശത്ത് പോകണം, ഇതിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും. അപ്പം ഞാൻ ഏതാണ്ട് മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറാൻ പോണത്. എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും വല്ലാതെ നെർവസായി, എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായി.
ഞാൻ ഇതിനകത്ത് കയറി, ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഞാനിരുന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെക്കാളും ഗതികെട്ടവരും ഇത്രയും ദുരിതം അനുഭവിച്ചവരും വേറെ ആരും കാണൂല, എനിക്ക് ഈ പ്രായത്തിൽ ഈ ഗതി വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ കരയാൻ തുടങ്ങി. പക്ഷേ അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, സാരമില്ല, കുഴപ്പമില്ല, അത് ഒരു തവണയായി കഴിയുമ്പോൾ പേടിയൊക്കെ പൊയ്ക്കോളും. പക്ഷേ എനിക്കതൊന്നും എനിക്കൊരു ആശ്വാസമായില്ല. ഞാൻ ഈ ഉടമ്പടി കാശ് രൂപ എടുത്തുകൊണ്ടാണ് പോയത്. എൻ്റെ കയ്യിൽ ആ കാശ് രൂപ ഉണ്ട്. ഇത് ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് വല്ലാത്ത പേടിയാണ്, എനിക്ക് ഒരു തരത്തിലും മിക്കവാറും ഞാൻ അറ്റാക്ക് വരും, എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇറങ്ങിപ്പോകണമെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ കാണുന്നത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ രൂപമാണ്. എൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ കാണുന്ന ഈ നിൽക്കുന്ന മാതാവിൻ്റെ രൂപമാണ്. പിന്നെ ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പം മാതാവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. എനിക്ക് ആ ഒരു നെർവസായിട്ടിരുന്ന് എനിക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല, കൂളായി. പിന്നെ മൈൻഡ് ഫുള്ള് പോസിറ്റീവായി. ഇവിടെ വരെ മാതാവ് കൊണ്ടുവന്നില്ലേ, ഇനി ബാക്കി കൊണ്ടുപോകുന്നത് മാതാവാണ്. അങ്ങനൊരു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലോട്ട് വന്നു. അതേപോലെ നിസാരമാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ ഈ കൃപാസനത്തിൽ വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഇന്ന് ഞാൻ വന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച, എൻ്റെ ലൈഫ് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എൻ്റെ ചിന്തകൾ ഇത്രയേ ഉള്ളായിരുന്നു. നാട്ടിലൊരു കുഴപ്പമില്ലാത്തൊരു ജീവിതം, കുഴപ്പമില്ലാത്തൊരു ജോലി. പക്ഷേ അത് ട്വിസ്റ്റായത് എനിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലാണ്. എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി. മാതാവാണ് എന്നെ എപ്പോഴും കൂടെയുള്ളതും എനിക്ക് എപ്പോഴും ധൈര്യം തരുന്നതും. ഞാൻ എന്ന് തൊട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ കരയുന്നത് നിർത്തിയിട്ട് മാതാവിനോട് പറഞ്ഞ് കരയാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി. എൻ്റെ മാതാവിന് 1000 നന്ദി. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ്, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് താൻ വെച്ചത് തൻ്റെ ഒരു ബന്ധുവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അത് നവീകരിക്കപ്പെടണമെന്നുള്ള ഒരു കാര്യമാണ് ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇവർ ചിന്തിക്കുകയാണ്, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതൊരിക്കലും ചേരാത്തൊരു കാര്യമാണ്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെക്കുമ്പോൾ 10 ദിവസം കൊണ്ട് വർഷങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ പരിഹാരം കാണുവാനായിട്ടും സ്നേഹമായിട്ട് ആ വ്യക്തിയുമായിട്ട് പെരുമാറുവാനായിട്ട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് ഒരു വലിയ സാഹചര്യം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുകയാണ്. നമ്മൾ ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ തിരിച്ചറിയുക, ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലാകുക, ദൈവവുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലാവുക. അപ്പോൾ നമ്മൾ കൽപ്പലയിൽ പറയുന്നത് പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനായിട്ടുള്ള ആ ഒരു വലിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്നേഹമായിട്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരി പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യരുടെ മുൻപിൽ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കരയുവാനായിട്ട് തുടങ്ങുമ്പോൾ തിരിച്ചറിയുക, ആ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കത് വലിയ പരിഹാരമായിട്ട് കാണുകയും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി വഴിയായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധിയോടുകൂടി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് ലൂർദ് മേരി ഷാജി എന്നാണ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഈശോയുടെയും മാതാവിൻ്റെയും തിരുസന്നിധിയിൽ വന്ന് രണ്ടാമതും എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്നതിന് നന്ദി പറയാൻ ഭാഗ്യം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം മണ്ണിൽ വരുന്നത് 2018 സെപ്റ്റംബർ മാസത്തിലാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പിന്നീട് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഞാനതിന് മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് 2018 ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നീട് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ മാസങ്ങളിലും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയെത്താറുണ്ട്. എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാത്തിനും നന്ദി പറയാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാറുണ്ടായിരുന്നു.
എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ എനിക്ക് നടത്തി തന്നു. നടക്കില്ല എന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അന്ന് മുതലേ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഇതുവരെയും. 2018 ശേഷം എനിക്ക് കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുന്ന ഒരാളാണ്. കാരണം ഞാൻ ഉടമ്പടി എടുത്തതും പ്രാർത്ഥിച്ചതും ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടല്ല. കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ വേദനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മാതാവ് തന്നെയാണ് ഒരിക്കൽ ഞാൻ ഉറക്കത്തിൽ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നു. ഈ പള്ളിയും പരിസരമായിരുന്നു എനിക്ക് കാണിച്ചു തന്നത്. ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് ആ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു. ഒരു സ്ത്രീ ശബ്ദം എന്നോട് അന്ന് പറഞ്ഞു, നീ എന്ന് ഇവിടെ വന്ന് ഒരു തിരി കത്തിക്കുന്നുവോ അന്നേ നിൻ്റെ കണ്ണീരുണങ്ങൂ. ഈ വാക്ക് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ സ്ഥലം കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ന് നീ ഈ സന്നിധിയിൽ വന്നൊരു തിരി കത്തിക്കുന്നുവോ അന്നേ നിൻ്റെ കണ്ണീരുണങ്ങൂന്ന്. പക്ഷേ എനിക്ക് ഉറക്കത്തിൽ നിന്ന് പറഞ്ഞ് എനിക്ക് ഈ സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ഈ പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല അന്ന് ആ ഒരു സമയത്ത്. പിന്നീട് പലരും പറഞ്ഞാണ് ഞാൻ കൃപാസനം പള്ളിയെപ്പറ്റി കേട്ടതും 2018 ഇവിടെ വന്നതും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന പള്ളിയാണല്ലോ ഇതെന്ന്. ഇവിടെ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി, അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടൊന്നും അല്ല വന്നത്. പക്ഷേ ഞാൻ അന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു, ഇവിടെ തിരി കത്തിച്ചു, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചു. അതിനുശേഷം 2018 സെപ്റ്റംബറിൽ ഞാനിവിടെ വന്നു. 2019 ഫെബ്രുവരിയിൽ ഞാൻ പ്രഗ്നൻ്റായി. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ഡോക്ടറുടെ വായിൽ നിന്ന് പോലും കേട്ട് എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് ലഭിച്ചത്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാവ് തന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഈ 16-ാം തീയതി, ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി 5 വയസ്സ് തികയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് പറയുന്നത്. പിന്നീട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നേടിത്തന്നു. ഞാനൊരു സർക്കാർ സർവീസിലാണ്, ഇടുക്കിയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. എൻ്റെ DRB അവിടെയാണ്. അപ്പോൾ എനിക്ക് 5 വർഷം അവിടെ ജോലി ചെയ്യണം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളല്ലേ, 2 പേരും നാട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യാനായിട്ട് പോയത്. പക്ഷേ എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 2 പേരെയും കൂടെ മാനേജ് ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് ഒരു സ്ഥലം മാറ്റത്തിന് സാധ്യതയില്ല എങ്കിൽ പോലും എൻ്റെ സങ്കടം നീ കാണണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ എനിക്ക് പ്രൊമോഷനായ 3 വർഷം പിന്നീട് ആ ഓഫീസിൽ തന്നെ തുടരുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് 3 വർഷത്തേക്ക് പിന്നീട് ഒരു ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല. എങ്കിലും നാട്ടിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോർത്ത് എനിക്ക് എന്നും സങ്കടമായിരുന്നു. പക്ഷേ എനിക്ക് ആ 3 വർഷത്തിൻ്റെ സ്ഥാനത്ത് 3 മാസമായപ്പോൾ തന്നെ പ്രൊമോഷനായി 3 മാസമായപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക്, ഞാൻ കൊല്ലംകാരിയാണ്, തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. ഞാനിപ്പോൾ പോയി വരികയാണ് ഓഫീസിലേക്ക്. എൻ്റെ വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ എനിക്ക് നോക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് കഴിയില്ല. കാരണം അത്രയ്ക്ക് അത് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ നടക്കാത്തൊരു കാര്യമാണ് അമ്മ എനിക്കത് സാധിച്ചു തന്നത്. പിന്നീട് ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നു, പക്ഷേ അത് തീരെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോഴൊക്കെ ഞാനൊരു ഭവനത്തിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കറിയാം ഒരു ഭവനം അതിൻ്റെ പണി തുടങ്ങാനുള്ളൊരു സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഡെലിവറി സംബന്ധിച്ചൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരുന്നു. നല്ല എമൗണ്ടൊക്കെ ഹോസ്പിറ്റലിലായി. അതുകൊണ്ട് തന്നെ ഒരുപാട് കടം ഉണ്ടായിരുന്നു. അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭവനം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. പക്ഷേ സൗകര്യക്കുറവുകളും ബുദ്ധിമുട്ടുകളും 2 കുഞ്ഞുങ്ങളും കൂടെയൊക്കെ ആയപ്പോഴേക്ക് അതിൻ്റെ സൗകര്യക്കുറവുകളൊക്കെ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവ് എനിക്കറിയാം എൻ്റെ സാഹചര്യം വളരെ മോശമാണ്, എങ്കിലും മാതാവ് എനിക്കൊരു ഭവനം വേണം എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അതും മാതാവ് ഞാൻ ഉദ്ദേശിക്കാത്ത പോലും പല സാഹചര്യങ്ങളും മാതാവ് എനിക്ക് ഒരുക്കി തന്ന് മാതാവ് എനിക്ക് അതും സാധിച്ചു തന്നു. അതിന് മാതാവിനോട് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ്. ഈശോയുടെ മാതാവിനോട് 1000 നന്ദി ഞാൻ പറയുകയാണ്. ഇനി എത്ര കാലമായാലും മാതാവേ ഇനി ആരോഗ്യവും ആയുസ്സും തരുന്നിടത്തോളം എനിക്ക് ഈ മണ്ണിൽ ഓടി വരാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്കൊരാവശ്യം സാധിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഉടമ്പടി ഇവിടെ എടുക്കണമെന്നും ഈ മണ്ണിൽ വരണമെന്നും എന്നോട് പറഞ്ഞത് എൻ്റെ മാതാവ് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ മാതാവ് ഈ ഭാഗ്യത്തിന് എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ മാതാവിന്, ആ സ്വരം ഒന്ന് കേൾക്കാൻ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും, ഈ ജന്മം ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈശോയ്ക്കും എൻ്റെ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പത്രം വാങ്ങി, എനിക്കതിന് ഒരു മടിയുമില്ല. എനിക്ക് മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും എൻ്റെ സഹപ്രവർത്തകരോടായാലും എനിക്കറിയാവുന്നവരോടായാലും എല്ലാം പറയുന്നതിനൊന്നും എനിക്കൊരു മടിയും കാര്യങ്ങളും ഇല്ല. കാരണം മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ എല്ലാവരും അറിയണം. എങ്കിലേ മാതാവിൻ്റെ മഹത്വം മനസ്സിലാക്കി എല്ലാവരും എന്നെപ്പോലെ തന്നെ അവരുടെ സങ്കടങ്ങളും മാതാവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളായാലും പ്രേക്ഷിത എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഇന്ന് നിലനിൽക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ ഏറെ പ്രത്യേകമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ മെറിറ്റിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച, അടയാളങ്ങൾ സംഭവിച്ച ഒത്തിരിയേറെ വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ അൽത്താരയിൽ കേൾക്കുന്നതാണ്. ഈ സഹോദരിയും നമ്മളോട് പറയുകയായിരുന്നു, വർഷങ്ങൾക്ക് മുൻപ് ഈ അൽത്താരയിൽ സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധ അമ്മ ഡോക്ടർമാർ വിധി എഴുതിയതിനു ശേഷവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥതയിൽ 2 കുഞ്ഞുങ്ങളെ കിട്ടിയതിൻ്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സഹോദരി പറയുകയാണ്, ഒരു മെറിറ്റുമില്ലാതെ, ഒരവസരവുമില്ലാതെ, അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യവുമില്ലാതെ ജോലിയിൽ നിന്ന് പ്രമോഷൻ കിട്ടുന്നു. അതിനുശേഷം തൻ്റെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫറായിട്ട് തിരിച്ചു വരുവാനായിട്ട്, വീട്ടിൽ നിന്ന് പോകുവാനായിട്ടുള്ള ദൂരത്തിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള വലിയ അവസരം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു, ഒരു ഭവനം, നല്ലൊരു ഭവനമില്ലാത്ത അവസ്ഥ, അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ടുള്ള വലിയ അഭിഷേകത്തിനും കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം പരിശുദ്ധ അമ്മയാണ് ഈ അൾത്താരയിലേക്ക്, ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ സഹോദരി ആഗ്രഹിക്കുന്നുവെന്ന് ഈ സഹോദരി പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഭാഗ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നിത്യതയിലേക്കുള്ള പാതയാണെന്നുള്ള ബോധ്യത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുവാനായിട്ടും ജീവിതത്തിൻ്റെ അവസാനം വരെ ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യമെന്ന് പറയുന്നത്. നമുക്ക് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പേര് ബിന്നി ജോർജ്, എൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 26 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുവദിച്ചത്. മാതാവിന് 1000 നന്ദി. ആദ്യം തന്നെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് 12 ഞാൻ ഉടമ്പടി പുതുക്കി. ഏപ്രിൽ 22 2024 ഞാൻ പുതുക്കി പോയത്. അതിനുശേഷം മെയ്യിൽ ആൾക്ക് ഒരു ബ്ലീഡിങ്, മോഷനിലൊരു ബ്ലീഡിങ് ഉണ്ടായി. 3 വർഷം മുൻപ് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടലിൽ 3 ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായതാണ്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ബ്ലീഡിങ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ തലേ ആഴ്ചയിൽ ഞാൻ വീണ് കാലിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മോളും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടിയാണ് എൻ്റെ ചേട്ടനെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് നേരെ ICUയിലേക്ക് കൊണ്ടുപോയി. നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ CT ചെയ്തു, പക്ഷെ അതിൽ കുഴപ്പമില്ല, പക്ഷെ നല്ല ബ്ലീഡിങ് ഉണ്ട്. പിറ്റേ ദിവസം കൊളോണോസ്കോപ്പി ചെയ്തു. കൊളോണോസ്കോപ്പിയിൽ അവർക്ക് ഒരു ബ്ലഡും കാണാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവെ സോഴ്സ് ഒന്ന് കണ്ടെത്തി പിടിച്ച് അവിടെ ക്ലിപ്പ് ഇടാറാണ് സാധാരണ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം ഒരു കുഴപ്പമില്ലാണ്ട് ഈ സോഴ്സ് എവിടെയാണെന്നോ എവിടെ നിന്നാണ് വന്നേ അങ്ങനെ യാതൊരുവിധ പ്രശ്നം ഉണ്ടായില്ല. പിറ്റേ ദിവസം തന്നെ ആൾ ഡിസ്ചാർജ് ചെയ്തു, വാർഡിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഡിസ്ചാർജായി. പക്ഷേ ESI ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് പോരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം സൺഡേ ആണ്, അന്നും പറ്റിയില്ല. മൺഡേ എന്തായാലും വരാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അതും പറ്റാതായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ ഉടമ്പടി ധ്യാനം കഴിയുന്നതിന് മുൻപ് വീട്ടിലേക്ക് വരാൻ കഴിയണേ എന്ന് വെച്ച് പിറ്റേ ദിവസം ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ധ്യാനം
ചേട്ടൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. അത് വെച്ച് അപ്പം തന്നെ കോള് വന്നു, ESI അപ്രൂവലായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അത് കൂടാതെ ഹസ്ബൻഡിൻ്റെ ചേട്ടന് പാൻക്രിയാസിൽ തടിപ്പായിട്ട് ഒരു ഭാഗം കളഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ് ഡ്രെയിൻ നിൽക്കണില്ല. അപ്പോൾ അത് ട്യൂബ് ഇട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരു 9 മാസത്തോളം ട്യൂബ് ഇടേണ്ട വന്നു. അതിനിടയിൽ ഞങ്ങൾ പോയി മാതാവിൻ്റെ തൈലം പുരട്ടി വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഡ്രെയിൻ ഊരാൻ പറ്റി. ഇപ്പോൾ ഏകദേശം 1 വർഷമായി, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അത് കൂടാതെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ ഏപ്രിലിൽ ഞാൻ 12ാമത് ഉടമ്പടി പുതുക്കി പോയി. അന്ന് തന്നെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കണ്ടു. ചെന്ന് ഡ്രസ്സ് മാറുമ്പോഴാണ് ആൾ പറഞ്ഞത് ഭയങ്കര വേദനയൊക്കെ. ഞാൻ മാതാവിനോട് ഇതുപോലെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ല, ചെറിയൊരു തടിപ്പാണ്, അത് പൊക്കോളും, മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് കൂടാതെ മോളുടെ കുട്ടിക്ക് എല്ലാ മാസവും പനി വന്ന് ഡോക്ടറെ കാണിക്കണം. എല്ലാ മാസവും അവൾക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അങ്ങനെയായിരുന്നു. അപ്പം ഞാനിതുപോലെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഏപ്രിലിൽ ഞങ്ങൾ വേളാങ്കണ്ണി പോയി അവിടെ തമിഴ് പത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട്. എന്നിട്ട് ഇവിടെ വന്ന് പിന്നെ അവൾക്കൊരു പനി വന്നു. ആ പനിക്ക് മരുന്ന് കൊടുക്കേണ്ട വന്നില്ല. ഞാൻ തൈലം തൊട്ട് പെരട്ടി അവളെ കിടത്തി ചേട്ടൻ മരുന്ന് വാങ്ങിക്കാൻ പോയി വരുമ്പോഴേക്കും അവൾ നന്നായി വിയർക്കണം. പിന്നെ പിന്നെ അവൾക്ക് പനിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇതുപോലെ ഞാൻ ടീച്ചറാണ്. ഞങ്ങളുടെ സ്കൂളിലൊരു സിസ്റ്റർക്ക് തലവേദന വരും, മൈഗ്രെയിൻ്റെയാണ്, എല്ലാ മാസവും വരും. അപ്പോൾ ആളൊരു ദിവസം ലീവാണ്, ആൾക്കൊരു ദിവസം കിടക്കണം, അങ്ങനെയാണ്, ഛർദിയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിതുപോലെ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ലോക്കറ്റ് സിസ്റ്റർ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിപ്പിന് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1 കൊല്ലാവാറായി. സിസ്റ്റർക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതുവരെ മൈഗ്രെയിൻ്റെ തലവേദന സിസ്റ്റർക്ക് വന്നിട്ടില്ല. ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും മാതാവിന് കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഞങ്ങൾ ഏകദേശം 5 കെട്ടൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ഏകദേശം 3 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വചനം സ്റ്റാറ്റസ് ഇടും. ഒരുപാട് പേര് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വായിക്കുന്ന വചനത്തിൽ നിന്നായിരിക്കും ഞാനതൊരു വചനം സ്റ്റാറ്റസ് ഇടുക. പിന്നെ അതുപോലെ ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടാറുണ്ട്. 1 തെസ്സലോനിക്ക 4:3 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു ക്രൈസ്തവ ദർശനത്തിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധിയും സഹനവുമായിട്ട് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയുക, സഹനത്തിലൂടെ രോഗത്തിലൂടെ ദൈവം നമ്മളുടെ വിശുദ്ധീകരണം സാധ്യമാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ബിന്നി ജോർജ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അസുഖം ഭേദമായതിൻ്റെ കാര്യം, അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ അസുഖമുണ്ടായപ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസ്തയോടുകൂടി പങ്കുചേർന്നപ്പോൾ സൗഖ്യമായിട്ട് ദൈവമായ കർത്താവ് കടന്നു വന്നതെന്ന്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ അസുഖമുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന എങ്ങനെയാണ് ഫലവത്തായതെന്ന്, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ രോഗസൗഖ്യം ലഭിച്ചതെന്ന് ഈ സഹോദരി പറയുകയായിരുന്നു. ഇപ്പോൾ രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക, രോഗങ്ങളുണ്ടാകുമ്പോൾ അത് സഹനത്തിൻ്റെ പാതയിൽ ഈശോയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വിശുദ്ധിയുടെ അഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഉടമ്പടിയിലൂടെ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ, ഉടമ്പടി ജീവിതചര്യകളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് 2 കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം.